ഓക്കെ, താങ്ക് യു ഡോക്ടർ രജനി. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1535 ദിവസമാണ് ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഏവർക്കും ബഹുമാന്യനും പ്രിയങ്കരനുമായ ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്കായി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാറെ, ക്ലാസ് തുടങ്ങും. സാറെ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് തുടങ്ങാം. ഷെയർ ചെയ്യാനുണ്ടാവും, അതാ സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടെന്ന്. ശരി. ധനേഷ് ഡോക്ടറിന് ശരി ശരി ശരി. ഓക്കെ, വന്നിട്ടുണ്ട്. മോള് കേൾക്കാം, കാണാം. കേൾക്കാം, കാണാം. ഓക്കെ. Pranam to all of you. Pranam to Bhagavan. Pranam to Gurudev. Pranam to all of you once again. നമ്മള് കരൾ രോഗങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്. അന്ന് നമ്മൾ പതോളജി ഒക്കെ പറഞ്ഞു, ലാബറട്ടറി എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഏതെല്ലാം വിധത്തില് സെറം ബിൽറൂബിൻ മാത്രം കൂടുന്നു, ബാക്കി SGOT, SGPT, ALP, GGT ഒക്കെ നോർമൽ ആണെങ്കിൽ എന്താണ്, SGOT, SGPT മാത്രം കൂടിയാൽ എന്താണ്, ALP മാത്രം കൂടിയാൽ എന്താണ്, GGT മാത്രം കൂടിയാൽ എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുവേണ്ടി ഇന്നിപ്പോ സമയം കളയുന്നില്ല. മൂവ് ചെയ്യുന്നില്ലല്ലോ സാറേ. അത് ക്ലിക്ക് ചെയ്താൽ മതി സാറേ. അതെ, ഇതേ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാ സൈഡിൽ PG ഡൗൺ ഓൺ എന്നുള്ള കാണുന്നു. എൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ സൈഡില് അവിടെ ഏത് സൈഡിലെ ഡോക്ടറെ? റൈറ്റ് എക്സ്ട്രീമിലെ PG അപ്പ് PG ഡൗൺ അവിടെ ക്ലിക്ക് ചെയ്താലും മതി. മൂവ് ചെയ്യുന്നില്ല നമ്മളെ. ഫ്ലാസ്ക് പോലെ ഇരിക്കുന്ന അതൊന്ന് എവിടെയാണത്? എവിടെയാണ്? എന്നെ ഒന്ന് മോണിറ്റർ കാണിച്ച് കാണാവോ? ആ ഒരു വിൻഡോ വന്നത് ഓക്കെ. ഏറ്റവും താഴെ എവിടെയാണ്? മേലോട്ടും താഴോട്ടും അപ്പ് ഡൗൺ എന്നുള്ളത് കീബോർഡിൽ ആക്കി നോക്കിയോ? മൂവ് ചെയ്യുന്നില്ല. ഫുൾ സ്ക്രീൻ ആക്കണം. അപ്പം ഫുൾ സ്ക്രീൻ ആക്കാൻ ഏറ്റവും താഴെ എനിക്ക് ഫുൾ കാണുന്നില്ല. ഫുൾ സ്ക്രീൻ ആക്കാൻ ഇവിടെ ഏറ്റവും മുകളിൽ ചെയ്താൽ ഫുൾ സ്ക്രീനിലാണ് കേട്ടോ. ഫുൾ സ്ക്രീനിലാണ് മോളും. അല്ല, ഫുൾ സ്ക്രീനിലല്ല. എനിക്ക് കാണുന്നില്ല, താഴെ കാണുന്നില്ല. എപ്പോഴും പ്രശ്നമാണല്ല. ഞാനിതിനെ കുത്തിയിരുന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു കമ്പ്യൂട്ടർ. ലക്ഷ്മി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രെയിൻ ചെയ്യാറില്ല. പറ. കാണുന്നില്ലേ? ഒന്നുകൂടെ താഴോട്ട് അനക്കാതെ വയ്ക്കും. കാണുന്നില്ല. കാണോ? അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യില്ല അല്ലേ? ഇല്ല. ഈ വോളിയം അതൊക്കെ കൂട്ടുന്നതിന്റെ ലെഫ്റ്റിലോട്ട് ഒരു കർസർ അങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെയാണോ?
കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇപ്പൊ അല്ല കർസർ ഇങ്ങോട്ട് കൊണ്ടുവരൂ. റൈറ്റിലോ ലെഫ്റ്റിലോ? ഈ ലോട്ടസ് ഫീറ്റ് എന്ന് കാണുന്നതിന്റെ താഴെ ഒരു പി ഉണ്ട്, അതാണോ? അവിടെ അല്ല, അവിടെ അല്ല, അതിന്റെ മേലോട്ട്, അതിന്റെ കുറച്ചുകൂടെ റൈറ്റിലോട്ട്. ഇവിടെ കപ്പ. അതാണ്. ഓക്കെ, അപ്പൊ ഫുൾ സ്ക്രീൻ ആയി. ഇനി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തേ. ശരി, താങ്ക് യു. സെറോസിസ്, നമ്മള് സെറോസിസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം സെറോസിസ് വരെ നമ്മൾ എടുത്തായിരുന്നു. നോർമൽ ലിവറും സിറോസ്ഡ് ലിവറും അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സൈക്കോട്ടിക് ഇൻഫ്ലേഷൻ നോക്കിക്കേ, ഒരു യൂണിവേഴ്സൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒരേ സൈസ് ആയിട്ടുള്ള ഹാർഡ്നെസ്, തിക്നെസ്, എക്സ്ട്രീം ആൻഡ് എക്സസ്. ഈ എക്സ്ട്രീം ആൻഡ് എക്സസ് എല്ലാം സൈക്കോട്ടിക് മയാസത്തിന്റെ രീതികളാണ്. അപ്പൊ നമ്മള് സിറോസിസ് ഓഫ് ലിവറിൽ ഈവൻ ദോ സിബിലിറ്റിക് നേച്ചർ കിട്ടിയാലും സൈക്കോസിബിലിറ്റിക് മെഡിസിൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് നാട്രം ഗ്രൂപ്പ് ഓഫ് നാട്രം ആണ് പേഷ്യന്റ് പുതയ്ക്കത്തില്ല, ഹോട്ടാണ്, റിസർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലഷേഴ്സ് ഉണ്ട്. കോൾഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബി പി ചെയ്യുന്നില്ല. നാട്രമോറിന്റെ കുറെ അധികം ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്രമോർ കൊടുക്കാം. നാട്രമോറിന്റെ കൂടെ സൾഫർ ചേർന്ന് എന്ന് പറഞ്ഞാൽ പുതയ്ക്കത്തില്, പക്ഷേ ചൂടാണ് ഇഷ്ടം, ചൂടിഷ്ടമാണെങ്കിലും കംപ്ലൈൻസ് ഗെറ്റ് റിലീഫ് ബൈ കോട്ട്. അതാണ് നാട്രം സൾഫ് വരുന്ന രീതി. അപ്പൊ ഫൈബ്രോസോസ് ലിവറിൽ നാട്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹാർഡ്നെസ് ഉണ്ട്, എക്സ്ട്രീം എക്സസ് ഉണ്ട്, ഓൾഡ് ഹിസ്റ്ററി ഉണ്ട്, നേരത്തെ ലിവറിന് എന്തെങ്കിലും കുഴപ്പം വന്നിരിക്കാം, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ട്, ബോഡിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഡിഫോമിറ്റീസ് ഉള്ളവരിലാണെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് കാൽക്കേറിയ ഫ്ലൂർ. അപ്പൊ കാൽക്കേറിയ ഫ്ലൂർ കാൽക്കേറിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലേ ഉള്ളൂ. ഇപ്പൊ നാട്രത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹലോ ഡോക്ടറെ, സാറിന്റെ വീഡിയോ കാണുന്നില്ല. എന്റെ വീഡിയോ കാണുന്നില്ലേ? ഉണ്ട്. പടം കാണാവോ? സാറിന്റെ വീഡിയോ എല്ലാം ഉണ്ട്. എനിക്ക് കാണാം. അല്ല, ഡോക്ടറുടെ കയ്യിൽ എന്തോ പ്രശ്നം വന്നതായിരിക്കും. എല്ലാം ക്ലിയർ ആണ്. ആണോ? അല്ല, ഈ സ്ലൈഡല്ലോ, സാറിനെ കാണുന്നില്ല. എന്നെ കാണാണ്ട്, ഞാൻ ഏറ്റവും മുകളറ്റത്ത് നിൽക്കുകയാണോ? അതായത് ആരാണോ സംസാരിക്കുന്ന അയാളെ കാണത്തക്ക വെച്ചിരിക്കുന്നത്. ശരി, ഓക്കെ. കാണാനല്ല അല്ലേ? കാണാൻ കേൾക്കാൻ എല്ലാം ശരിയാ, പെർഫെക്റ്റ്. ശരി. അപ്പൊ നാട്രം ആണെങ്കിൽ എന്റെ അനുഭവത്തില് നമ്മൾ ചെയ്യുന്നത് നാട്രം ഫ്ലൂറ്, നാട്രം മോർ ആണെങ്കിൽ നാട്രം മോറിന്റെ ക്രോഡാബിനേറ്റ് ഉണ്ട്, രണ്ടും സൈക്കോട്ടിസ് ആണ്. അതായത് ഹോട്ടാണ്, ഹോട്ട് കോൾഡ് ആണ്, സീഷോർ അഗ്രവേഷൻ ഉണ്ട്, അതുപോലുള്ള നാട്രമോറിന്റെ മൈൻഡ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നാട്രമോർ നല്ലതാണ്. ഇപ്പൊ നാട്രമോറിന്റെ മൈൻഡും നാട്രോ എല്ലാം ഉണ്ട്, പക്ഷേ വാം പ്രിഫർ ചെയ്യുന്നു, ഡാമ്പ് കോൾഡ് അഗ്രവേഷൻ ആണ്. ബാക്കി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്രം സൾഫിനെ പറ്റി ചിന്തിക്കണം. നാട്രം സൾഫൻ നല്ലൊരു ലിവർ മെഡിസിനാണ്. നാട്രം അല്ലാതെ ഈ സിറോസിസ് തന്നെ ട്യൂമറസ് ഗ്രോത്ത് ഉണ്ട്, മാസുമായിട്ട് ലിംബഡിനൈറ്റിസ് ഉണ്ട്. നാട്രത്തിന്റെ മൊഡാലിറ്റീസ് സൺ അഗ്രവേഷൻ ആണ്. കുറെ കാലമായിട്ടുള്ള മെന്റൽ സ്ട്രെസ്സിന് ശേഷമുള്ള ലോക്കലൈസേഷൻ ആണെങ്കിൽ നമുക്ക് ലിംബഡിനൈറ്റിസ് മാസീവായിട്ടുള്ളത് സിറോസിസ് ഓഫ് ലിവർ മാറിയിട്ട് HCC ഹെപ്പറ്റൈറ്റിസ് സെൽ കാർസിനോമയിലോട്ട് മാറുന്ന സ്റ്റേജിലാണെങ്കിൽ നമുക്ക് നാട്രം അയോഡൈഡ് വളരെ എഫക്റ്റീവ്. അപ്പൊ നാട്രമോർ നമുക്ക് ആ അവസ്ഥ നാട്രത്തിൽ തന്നെ മാറുവാണെങ്കിൽ നാട്രം സൾഫ് ആ അവസ്ഥയ്ക്ക് കുറെ കൂടെ ഒരു ഫ്ലൂറൈഡ് കോമ്പിനേഷൻ, ഹാർഡ്നെസ്, ലോബിലാലിറ്റി, തിക്നെസ് അതെല്ലാം വരുവാണെങ്കിൽ കുറച്ചുകൂടെ മാലഗ്ന നേച്ചർ ട്യൂവേഴ്സ് ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഹെറിഡിറ്ററി മാൽഫോർമേഷൻ ഓഫ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉള്ള ഒരു ക്ലബ് പാലറ്റ്, അല്ലെങ്കിൽ ഫിംഗറിൽ തന്നെ ഒന്നിൽ കൂടുതലുള്ളത്, ഡീവിയേറ്റഡ് നാസൽ സിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഡോക്ടറെ? ഒന്നുമില്ല, ഞാൻ ക്ലാസ്സിലാണ്.
നാട്രം സൾഫായി ക്രോണിക് ലിവർ ഡിസീസസ് വിത്ത് ഏതെങ്കിലും വിധത്തിൽ ക്യാൻസർ കൺവേർഷനായിട്ട് ക്യാൻസറിന്റെ മെറ്റാസ്റ്റൈസ് ടുവേഴ്സ് കാർട്ടിലേജസ് ഒക്കെ ആണെങ്കിൽ നാട്രം സാലിസിലിക്കേറ്റം. അങ്ങനെ നാട്രത്തിന്റെ തന്നെ പതോളജി അനുസരിച്ച് അതിന്റെ അപ്പിയറൻസ് അനുസരിച്ച് സിംറ്റം അനുസരിച്ച് പേഷ്യന്റിന്റെ തെർമൽ മാറുന്ന അനുസരിച്ച് മയാസ്മാറ്റിക് ആയിട്ടുള്ള സൈക്കോസോറിക്കോ സൈക്കിക്കോ ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ ക്രോണിക് ഡിസീസിൽ വളരെ വളരെ കീനായിട്ട് നോക്കി കൺഫേം ചെയ്യുവാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കോമ്പിനേഷൻ ഐഡിയൽ മെറ്റീരിയൽ മേടിക്കുക. അതിനകത്ത് മയാസം ഉണ്ടാകും, മെഡിസിന്റെ മയാസവും ഡിസീസ് മയാസവും പേഷ്യന്റിന്റെ മയാസം കൂടെ ഒന്നിച്ച് നമുക്ക് കിട്ടാൻ ഇതുപോലുള്ള കുട്ടൻസുകൾ വളരെ വളരെ എഫക്റ്റീവാണ്. ക്രോണിക്കലി വിതിൻ 3 months നമുക്ക് എക്സ്റേ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT വിസിബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് ചിന്തിക്കാവുന്നതാണ്. കൂടുതൽ ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിന് ശേഷം പറയാം. Then causes: osteopathic cirrhosis, toxins, alcohol, polycystic liver diseases, autoimmune diseases, vascular disease, cardiac cirrhosis, Budd-Chiari syndrome, veno occlusion of disease. അപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിറോസിസ് ഉണ്ടാകാം, വീനോ ഒക്ലൂസീവ് ഭയങ്കരമായിട്ടുള്ള ഡീപ് വെയിൻ ത്രോംബോസിസ് ഒക്കെ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളിൽ ഇതുണ്ടാകാം. ജനറ്റിക് ആയിട്ടുള്ള വിൽസൺ ഡിസീസിലും ഹോമോക്രോമോസൈറ്റോസിസിലും ആന്റിപെപ്സിൻ ഡിഫിഷ്യൻസിയിലും NASH ഒക്കെ ക്രിപ്റ്റോജനിക്കോസിസ് ടൈപ്പ് ഓഫ് സിറോസിസ് ഉണ്ടാകാം. ഈ സിറോസിസിന്റെ ഡിഫറൻഷിയേറ്റിംഗ് സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് അതിനകത്ത് കിട്ടാവുന്ന ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ആൽക്കഹോളിക് ബിഹേവിയറിന്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഹോമിയോപ്പതിക്ക് അതിന് സ്പെഷ്യൽ പരിഗണനയാണ്. ഇപ്പൊ പോളിസ്റ്റാറ്റിക് ലിവർ ഡിസീസിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ സ്കാനിങ്ങിലൊക്കെ കിട്ടണമെങ്കിൽ സിറോസിസിൽ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ജിയോനാന്തസ്, കാലിയമോർ, ടീലിയ, ട്രൈഫ്ലോറ തുടങ്ങിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഒത്തിരി അസ്താക്കസ് തുടങ്ങിയുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ നന്മ കിട്ടാറുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ കൊളസ്ട്രോളും കൊടുക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന 01, 02, 03 ആണ്. ഇപ്പൊ ക്രോണിക് ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ഒത്തിരി അസൈറ്റിസ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്ലോറസി വിത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോളും 3x ടാബ്ലറ്റ് കൊടുക്കാറില്ല. കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കൊളസ്ട്രോളും 06, പെൽറ്റോറി 03 ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ ഹാർഡായിട്ട് ടാബ്ലറ്റ് കൊടുക്കുന്നവർ കുറെ പേരിൽ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നു, കുറെ പേർ കഴിക്കാൻ വിഷമം വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ സേഫ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിൽ ഒരു ബി കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ പറ്റും. ഓട്ടോണമാണ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മയാസ്മാറ്റിക് ഡീപ് ഹൈപ്പോട്ടൻസി ഇപ്പൊ നാട്രമോറോ, കാൾസിനോസിനോ, സെറനോ ഒക്കെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂണിൽ കുറെ കൂടെ നമുക്ക് റിക്കറൻസ് അല്ലെങ്കിൽ പാലിയേഷനോ അല്ലെങ്കിൽ കുറെ ദിവസം ക്യൂറോ ഒക്കെ കിട്ടും. ഇപ്പൊ കാർഡിയാക് സിറോസിസിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് യുറേനിയം നൈട്രേറ്റ്. അപ്പൊ ഡയബറ്റിക് വിത്ത് കാർഡിയോളജി വിത്ത് വാസ്കുലർ ഡിസീസ് ആൻഡ് ലിവർ ആണെങ്കിൽ 4ഉം കൂടി ആണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യുറേനിയം നൈട്രിക്കം, നക്സോമിക്ക, ലൈക്കപ്പോഡിയം ഇതൊക്കെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഹോട്ട് ബാമി കൂട്ടിയ നാട്രം ഗ്രൂപ്പിൽ പോലെ തന്നെയാണ് ലൈക്കപ്പോഡിയം. പക്ഷെ അതിന്റെ ലൈങ് ഓൺ സൈഡ് ഇമ്പോർട്ടൻസ് നമുക്ക് ഒത്തിരി പതോളജിയായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്റെ സിറോസിസ് ഓഫ് ലിവർ, ഹെപ്പറ്റൈറ്റിസ്, ഈ HCCയിലൊക്കെ അസൈറ്റിസും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ തെർമൽ റിയാക്ഷൻ ഞങ്ങൾ ചെയ്യുന്നത് തെർമല് കണ്ടുപിടിക്കുക, തെർമലിൽ നിന്ന് മയാസം കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ ഹോട്ട് ബാം മൊഡാലിറ്റി കണ്ടുപിടിക്കുക, പിന്നെയുള്ള കോൺകോമിറ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. കൂടുതൽ ബയലുണ്ടോ, അതോ ഒബ്സ്ട്രക്റ്റീവ് ആണോ, അതിനകത്ത് തന്നെ പോളിസ്റ്റാറ്റിക് ആണോ, അതോ ഹെപ്പറ്റോ സെല്ലുലാർ ആണോ. അപ്പൊ അതിനകത്ത് ഹെപ്പറ്റോ സെല്ലുലാർ ഒക്കെ ആണെങ്കിൽ നമ്മൾ പോളിസിസ്റ്റിക്കിന്റെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെല്ലുലാർ ഡിസ്ട്രക്ഷൻ ഇൻ ലിവർ ഇറ്റ് സെൽഫ്. അവിടെ നമുക്ക് ചിന്തിക്കാവുന്ന കാലി ഗ്രൂപ്പ് മെഡിസിൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്.
ഇപ്പൊ കാലി റൈറ്റ് സൈഡഡ് ആണ്, ലിവർ റൈറ്റ് സൈഡ് ആണ്, പക്ഷെ റൈറ്റ് സൈഡ് വെച്ച് കിടക്കാൻ അവർക്ക് പറ്റത്തില്ല. ലെഫ്റ്റ് സൈഡുള്ള ഒരു ബാക്ക് സൈഡ്. പിന്നെ അതിന്റെ മൊഡാലിറ്റീസ്, അതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്ന് വെച്ചാല് ബയല് കൂടുന്നതോടൊപ്പം RBC ഡിസ്ട്രക്ട് ചെയ്യും. കാലിക്ലോറിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാണാവുന്ന ഒരു പ്രതിഭാസമാണത്. ഇപ്പം ആൽബമിൻ കുറയും. ഇപ്പൊ കാലിക്ലോറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0.02 മതി. കാര്യം കാലി ഗ്രൂപ്പ് അല്ലേ. അയാള് ഹൗസ് ഓറിയന്റഡ് ആയിരിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ അല്പം മദ്യപിക്കും. അപ്പൊ ഏതെങ്കിലും നമ്മൾ നോക്കിയാൽ കാലി ഗ്രൂപ്പിനൊക്കെ ഡിസ്ട്രക്ഷൻ വരണത് അവരുടെ ആഗ്രഹങ്ങൾക്കെതിരെ അവർ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ബിൽറ്റപ്പ് ഹൗസ് ഓൺ സ്വപ്നത്തിനെതിരെ മക്കളാരെങ്കിലും ഡൈവേഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്നാൽ കാലി കാർവിൽ പതോളയെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഹിസ്റ്ററി ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻസ് ഫോർ ട്രീറ്റിംഗ് ക്രോണിക് ഡിസീസസ് ഇൻ ലിവർ ഡിസീസ്. വിൽസൺ കോപ്പർ കൂടിയിട്ടുള്ളത്, അതിനകത്ത് കുപ്രം മെറ്റ്, എനിക്ക് ഒത്തിരി നന്മ കിട്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് കുപ്രം മെറ്റ്. കുപ്രം മെറ്റ് അതുപോലെ തന്നെ പെറമോർ, ഹീമോക്രോമറ്റോസിസിൽ പെറമോറാണ് ഗുണം കിട്ടിയിട്ടുള്ളത്. വളരെ വളരെ കാലം നമുക്കത് കുറച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. നാഷില് ഏറ്റവും കൂടുതൽ നമുക്ക് നെക്സോമിക്ക, ലൈക്കോപോഡിയം, മിരിക്ക, ജോജീലിയ, ആ ഗ്രൂപ്പ് മെഡിസിനാണ് നമ്മൾ സിംറ്റോമാറ്റിക് ആയിട്ട് ട്രൈ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കണ്ടതാണല്ലോ. അപ്പൊ അതോടെ ലിവറിന്റെ ചേഞ്ചസ്, സ്റ്റേജസ് ഓഫ് ലിവർ ഡെമാൻസ്. അപ്പൊ ഹെൽത്തി ലിവർ, ഫാറ്റി ലിവർ, ലിവർ ഫൈബ്രോസിസ് ആൻഡ് സിറോസിസ്. ഫൈബ്രോട്ടിക് കണ്ടീഷനിൽ മൂവ്മെന്റ് ഓഫ് ദി ലിവർ സെൽസ്, ലിവർ സ്ട്രക്ചർ ഈസ് disturbed, so the entire liver fibrous tissue become fibrosed. ആക്ഷൻ പോയിട്ട് ജാമായി പോവും. അതിനകത്ത് അൺവാണ്ടഡ് ഫാറ്റും വേസ്റ്റും കൂടെ ചെയ്യുമ്പോൾ അത് സിറോസിസ് ആയി. സ്കാർ ടിഷ്യൂ മേക്ക് ലിവർ ഹാർഡ് ആൻഡ് അൺഏബിൾ ടു വർക്ക് പ്രോപ്പർലി. ദാറ്റ് കണ്ടീഷൻ ഈസ് ടെക്നിക്കലി റിഫേർഡ് ആസ് സിറോസിസ്. അപ്പൊ ഈ പ്രോസസ്സിന്റെ പ്രോഗ്രസ്സിൽ ഒരു ഡീപ് സൈക്കോട്ടിക് പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊരു ഡിസ്ട്രക്ഷൻ, ഒരു ബ്ലീഡിങ്, ബ്ലാക്ക് സ്റ്റൂൾ തുടങ്ങിയിട്ടുള്ള പ്രതിഭാസം ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവിതശൈലിയും രീതികളും അഗ്രവേഷനും വെച്ചിട്ട് നമുക്കൊരു സിബിലിറ്റിക് മെഡിസിൻ, മെർസോൾ പോലെയൊക്കെ ചിന്തിക്കാം. മെർസോളിന് നമുക്ക് എളുപ്പമാണ് അതിന്റെ മൊഡാലിറ്റി. കാര്യം അതിന്റെ സലൈവേഷൻ ഉണ്ട്, ടെൻഡർനെസ് ഉണ്ട്, റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ട്, റൈറ്റ് സൈഡ് അഗ്രവേഷൻ. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി രണ്ട് സൈക്കോട്ടിക്കും സൈക്കോ സിബിലിറ്റിക്കും അല്ലെങ്കിൽ സിബിലിറ്റിക്ക് തന്നെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ റൈറ്റ് സൈഡ് വെച്ച് അഗ്രവേഷൻ ഉണ്ടോ, നമുക്ക് ലൈക്കോപോഡിയം, മെർസോളും, മെർക്കോറും, മെർസൾഫും, മെർക്കൈഡേറ്റും ഒക്കെ നമുക്ക് ചിന്തിക്കാം. മെർക്ഡാൾസിസ് ഈസ് എ വെരി ഗുഡ് മെഡിസിൻ ഫോർ സിറോസിസ് ഓഫ് ലിവർ വിത്ത് കോൺസ്റ്റിപ്പേഷൻ. 2 ഗുളിക 4 നേരം 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാലിയേറ്റീവ് മോഡേൺ മെഡിസിന്റെ ടാബ്ലറ്റ്സ് മാറ്റിയിട്ട് പേഷ്യന്റിന് നോർമൽ സ്റ്റൂൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം. സിറോസിസിൽ ഈ സിംറ്റം കിട്ടുവാണെങ്കിൽ ഫൈബ്രോസിസ് കണ്ടീഷൻസ് ഓഫ് ദി ലിവർ വളരെ വളരെ നല്ലപോലെ ഫൈബ്രോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോഗ്രസ് അറസ്റ്റ് ചെയ്യാനും റിട്ടേൺ ആക്കാനും വളരെ എഫക്റ്റീവുള്ള ഒരു മെഡിസിനാണ് ഞാൻ പറഞ്ഞ മെർഡാൾസിസ്. മെർഡാൾസിസും നാത്തകൊനൈൻ പോലുള്ള ഒരു കൊനൈൻ ഉണ്ട്, ഹൈഡ്രോകൊനൈൻ. ഹൈഡ്രോകൊനൈൻ വളരെ എഫക്റ്റീവ് ആണ് ഫൈബ്രോസിസ്. ഈ ലങ് ഫൈബ്രോസിസ് ആയാലും ലിവർ ഫൈബ്രോസിൽ ഹൈഡ്രോകൊനൈൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. 3x potency 2 tablets twice daily for 3 or 4 months. സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 കോമ്പൻസേറ്റഡ് സിറോസിസ്. ആ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി വളരെ വളരെ ആ പേഷ്യന്റിന് സ്റ്റേജ് 1 കൺവേർട്ട് ചെയ്യാനും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലൈഫ് കൊടുക്കാനും നമുക്ക് പറ്റും. അത് തമ്മിലുള്ള വ്യത്യാസം, നോ വേരിസിസ് ഇൻ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡില് അസൈറ്റിസ് ഇല്ല, വേരിസിസ് ഉണ്ട്, തേർഡില് രണ്ടും ഉണ്ട്, ബ്ലീഡിങ് വിത്ത് അസൈറ്റിസ്. അപ്പൊ ഡീകോമ്പൻസേറ്റഡ് ആകും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ഫാറ്റി ലിവർ, ഹെപ്പാറ്റിക് സ്റ്റീസോസിൽ വരുന്ന ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻ, യു സി ഇറഗുലാരിറ്റി,
ഹാർഡ്നെസ്, തിക്നെസ്. നമ്മൾ ഈ ഫാറ്റി ലിവറിന്റെ ഹെൽത്തി ലിവർ, ഫാറ്റി ലിവറിൽ ഒരു പ്രതിഭാസം കണ്ട, നമ്മൾ സാധാരണ കാണുന്ന ഉപയോഗിക്കുന്ന ഒരു പഴത്തിന്റെ ഒരു രൂപമില്ല. ഏത് പഴത്തിനാണ് അങ്ങനെ വരണം? അതിന്റെ പുറന്തോല അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇപ്പോ സീതപ്പഴം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയുന്ന പഴം ഏതാണ്? അതിന്റെ പേര് ആത്തച്ചക്ക. കണ്ടിട്ടില്ല? പിന്നെ ആത്തെന്നാണോ പറയുന്നത് അതിന്? നമ്മൾ ആത്തിച്ചക്ക എന്ന് പറയും. ആത്തച്ചക്കയാണ് അത്. പിന്നെ സീതപ്പഴം എന്നും വേറൊരു പേര് പറയും. ഈ അപ്പിയറൻസ് ഉള്ള ഒരു സോറിയാസിസ് നമ്മൾ പഠിച്ചു നോക്കണം. അത് ഓർത്ത് പറയണം എല്ലാവരും. ഞാൻ 2 പ്രാവശ്യം പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഇതിനൊരു കുട്ടൻസ്, ഇത് ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്കയുടെ ഒരു സ്കിന്നും ഹാർഡ്നെസ്സും മസ്കുലേച്ചറിലും വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ കൺവേർട്ട് സിറോസിസിൽ ഇഡിമ വന്നിട്ട് സ്കിന്നില് ഊസിങ് ക്രസ്റ്റ് എലിഫന്റിയാസിസ് പോലുള്ള ക്രസ്റ്റ് ഇഡിമ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോകോട്ടയിൽ വളരെ വളരെ എഫക്റ്റീവാണ്. ദെൻ എല്ലാവരും നോക്കണം കേട്ടോ അതിന്റെ അപ്പിയറൻസ്. കോസ് ഓഫ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ജനറ്റിക് ഇൻഹെറിറ്റൻസ്, ഒബീസിറ്റി, സൈഡ് എഫക്ട് ഓഫ് മെഡിക്കേഷൻ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? റാപ്പിഡ് വെയിറ്റ് ലോസ്, ഫാറ്റ് ഇൻ ദ ബ്ലഡ്, ഡയബറ്റീസ്. ഇപ്പൊ പ്രൊലോങ് റിസ്ക് ഫാക്ടേഴ്സ്, ഒബീസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്, എക്സസീവ് ആൽക്കഹോൾ കൺസപ്ഷൻ. ഇപ്പൊ നമ്മള് കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ കണ്ടൻസ്, പ്രത്യേകിച്ച് ലോ ഡെൻസിറ്റി കൊളസ്ട്രോളും ട്രൈഗ്ലിസറോളും കൂടുക, അത് ഫാറ്റി ലിവറിലാണ്. ദ സ്പെസിഫിക് മെഡിസിൻ സ്റ്റിയോനാന്തസ്, നോട്ട് ഇന്ത്യ 3x. സിംറ്റംസ് ഓഫ് ഫാറ്റി ലിവർ. ഹെപ്പാറ്റിക് സീസോസ് ഉള്ള ഫാറ്റി ലിവറിലാണ് അബ്ഡോമിനൽ പെയിൻ വരും, ഈസി ബ്രൂയിസിങ് പെയിൻ ഓൾവേസ്, വെയിറ്റ് ലോസ്, എക്സസീവ് ഫാറ്റിഗ്, ജോണ്ടിസ്, പെയിൽ സ്റ്റൂൾ, നോഷ്യ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, ഡാർക്ക് യൂറിൻ. ഫാറ്റി ലിവറിലുള്ളതിൽ ഡാർക്ക് യൂറിനും വിശപ്പ് കുറവും കണ്ടാൽ നമ്മൾ ലെഫ്റ്റ് ചെയ്യണം. ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്നില്ല, ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. അപ്പൊ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങണം. ദെൻ സ്റ്റേജസ് ഓഫ് ലിവർ. നമ്മുടെ യൂറിന്റെ കളറൊക്കെ എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അപ്പൊ സമയം കളയണ്ട. ഈ യൂറിൻ കളർ നമുക്ക് എല്ലാം നോക്കാം, നമ്മുടെ തന്നെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അക്യൂമുലേഷൻ ലിവർ ഫാറ്റ് ഇൻ പീപ്പിൾ ഹു ഡ്രിങ്ക് ലിറ്റിൽ ഓർ നോ ആൽക്കഹോൾ. റിസ്ക് ഫാക്ടേഴ്സ്, ഒബീസിറ്റി, ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി, ഹൈ കൊളസ്ട്രോൾ, ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിൽ നോൺ ആൽക്കഹോൾ കഴിക്കാത്തവരിൽ ഫാറ്റി ലിവർ വരാം. ദ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD സ്പെക്ട്രം നോക്കിയേ. ഹെൽത്തി ലിവർ, പ്രസൻസ് ഓഫ് ഹെപ്പാറ്റിക് സ്റ്റീസോസ് തുടങ്ങുമ്പോൾ, പിന്നെ അതിന്റെ സ്റ്റെനോസിസ് വരുമ്പോൾ, ബ്ലഡ് ഫ്ലോ ഡിസ്റ്റർബ് ചെയ്യുമ്പം സിറോസിസ്. അപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് നാട്രം ഗ്രൂപ്പ് മെഡിസിന്റെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരു നാട്രം മോർ, നാട്രം സൾഫ്, നാട്രൈഡൈഡ്, നാട്രം ഫ്ലൂറിക്കം, നാട്രം ക്ലോറിക്കം, അങ്ങനെ ഓരോ മെഡിസിൻ നമ്മൾ ഈ നാട്രത്തിന്റെ ഈ ലിവർ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് പഠിച്ചാൽ, ഈ ഓരോ സ്റ്റേജും നമുക്ക് ഓട്ട്ബാം പേഷ്യന്റിൽ നാട്രം ഹിസ്റ്ററി, നാട്രം മൈൻഡ് ഉള്ളവരിൽ വളരെ എഫക്റ്റീവ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് സിഫിലിറ്റിക് മെർസോൾ ഗ്രൂപ്പിലോട്ട് വളരെ കുറവാണ്. സിറോസിസ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വരാം, നക്സോമിക്ക വരാം, പിന്നെ ലിവർ ലാക്ടോണ്, ചിൽഡോണിയം മേജസ് വരാം, സിയോനാന്തസ് വരാം. ലിവർ എല്ലാവർക്കും കൂടെ ഉണ്ടെങ്കിൽ സിയോനാന്തസ് വരാം. അപ്പൊ നമ്മള് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കണ്ടുപിടിക്കുക, ആളുടെ നേച്ചർ ക്രേവിങ് വെക്കുക, അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ പതോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നാട്രത്തിന്റെ കൂടെ സാമൽഹന്മാൻ കൂട്ടിയിട്ടുള്ള മെഡിസിൻ. എന്തിനാ മെർക്ക്, ഐഡേറ്റൻ, റൂബ്രോ എന്തിനാ കണ്ടുപിടിച്ചത്? ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കാൽക്കേറിയ, സെലിഫ്ലൂറിക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് രണ്ടും എതിരാണല്ലോ എന്നൊരു ഡോക്ടർ എന്നോട് ചോദിച്ചാൽ. കാൽക്കേറിയയും സെലിക്കയും തമ്മിൽ ആന്റിഡോട്ടാണ്, കോംപ്ലിമെന്ററി അല്ലെന്ന് എഴുതിയിട്ടുണ്ട്.
ബട്ട് അയഡും മെർസോളും എൻറ്റയർലി രണ്ട് ഡിഫറെന്റ് അല്ലേ. അതിന്റെ കൂടെ ഒരു ഫ്ലോറിക്കും സൾഫവും ചേർക്കുന്നതിന്, ഫ്ലേവും ചേർക്കുന്നതിന്. ഇപ്പൊ നമ്മളൊരു റൈറ്റ് സൈഡഡ് പിന്നെ ടോൺസിലൈറ്റ്, ലെഫ്റ്റ് സൈഡ് ടോൺസിലൈറ്റിസ് മാത്രമല്ല, നമ്മള് BHMS-നും DHMS-നും ഒക്കെ പഠിച്ചപ്പോ അന്നത്തെ മെഡിക്ക പഠിച്ചവർ അതുകൊണ്ട് നിർത്തി. അപ്പൊ അങ്ങനെയെങ്കിലും നമ്മളത് പഠിച്ചെന്നുള്ളത് സത്യം. ഇതിന്റെ ഒരു ഡീപ് സീറ്റഡ് സൈക്കോസിബിലിറ്റിക് വിത്ത് ഫൈബ്രോട്ടിക് കണ്ടീഷൻ, അല്ലെങ്കിൽ അതിന്റെ തേർഡ് സ്റ്റേജ് ഓഫ് ഡീജനറേഷൻ, ഇൻഫ്ലേഷൻ, ഇൻഫെക്ഷൻ, അത് തുടങ്ങിയിട്ടുള്ള ഒരു ക്യാൻസറസ് അവസ്ഥയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണിത്. ഇപ്പൊ ലങ് പതോളയി, ലിവർ പതോളയി ഒക്കെ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡ് ലിംഫഡിനൈറ്റിസ്, അത് ഇൻഫ്രാ ക്ലാവിക്കുലർ, അപ്പർ ക്ലാവിക്കുലർ, സെർവിക്കുലർ ഒക്കെ ആണെങ്കിൽ പോലും ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മൾ മെർസോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെർക്സൈഡേറ്റം, റൂബ്രോൺ 03 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ. ഞാനൊരു വെബിനാറിലാണ് ഓൺലൈൻ, 10 മണി കഴിഞ്ഞ് 10:30 ആകുമ്പോഴേ ഫ്രീ ആകും. അപ്പോഴേ അങ്ങനെ ഒരു പഠിത്തം, അങ്ങനെ ഒരു ശ്രമം ഒക്കെ നിങ്ങൾ ചെയ്താൽ കുറെ കൂടെ നിങ്ങളുടെ പ്രാക്ടീസിൽ ഇമ്പ്രൂവ് ചെയ്യും, ക്യൂർ നമുക്ക് കിട്ടുകയില്ല. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ജോണ്ടിസിന്റെ അപ്പുറം എപ്പറ്റോമികളി, ക്ലബിങ്, അസൈറ്റിസ്, സ്കിൻ ടച്ചിങ്, സോറിയാറ്റിക് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് വളരെ കോംപ്ലിക്കേഷൻസുള്ള ഒരാൾ വന്ന് സ്കിന്നായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു അപ്പിയറൻസ് കണ്ടാൽ, ഗൈനക്കോമേഷ്യ സ്കിന്നിൽ കണ്ടാൽ, യൂണിവേഴ്സൽ ബൈലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ കൈയുടെ ഒരു അപ്പിയറൻസിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം. അതിനകത്ത് ഒരു പിന്നെ റെഡ് കളർ ഉണ്ട്, ബൈലാറ്ററൽ ആണ്, പെയിൻ ഉണ്ടെങ്കിലും പെയിൻലെസ് ആണോ നോക്കണം, ഇത് തിക്ക് ആണോ ഡ്രൈ ആണോ, വിത്ത് ഇച്ചിങ് ഉണ്ടോ, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ബേസിക്കലി സൾഫർ, ട്യൂബർക്കുലർ. അപ്പൊ ഇത് രണ്ടുമല്ല കാര്യം എന്താ, ഒരു സിഫിലിറ്റിക് ലീഷൻ ആണ് ബൈലാറ്ററൽ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ വരണം അനാന്തരമോ, മെർക്ക് സൾഫ്, സൾഫറിന്റെ റെഡ്നെസ്സും ബൈലാറ്ററൽ ലീഷനും അവരുടെ മയാസം കൂടെ നോക്കണം. അപ്പൊ മെർക്ക് സൾഫ് നമുക്ക് വരാം, റെസ്റ്റോക്സ് വരാം. ഏതായാലും ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിസിൻ കൊടുത്തിട്ട് കുറയാ വന്നാൽ ട്യൂബർക്കുലിന് ഒരു ഡോസ് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ മെഡിസിൻ ദാറ്റ് ഫോളോ അസ് വെൽ, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ സ്കിന്നിനകത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ റേഡിയം ബ്രോമൈഡ് ഒക്കെ ഇന്റർകറന്റ് ആയിട്ട് ചില കാര്യത്തിൽ കൊടുത്താൽ, ഇപ്പൊ എക്സ്റേ കൊടുക്കുന്ന കേസിൽ റേഡിയം ബ്രോമൈഡ് ഇമ്പ്രൂവ് ചെയ്യാതെ വന്നാലും, ഇമ്പ്രൂവ് ചെയ്താലും ഒരു 30-യുടെ 2 ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അത്ഭുതകരമായിട്ട് നമുക്ക് വ്യത്യാസം വരും. ഇപ്പൊ കോംപ്ലിമെന്ററി മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മെഡിസിൻ തന്നെ കൊടുത്തോണ്ടിരിക്കരുത്. അതിന് ഇമ്പ്രൂവ്മെന്റ് എപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു, വി ക്യാൻ ട്രൈ വിത്ത് എ കോംപ്ലിമെന്ററി ഫോളോ അപ്പ് മെഡിസിൻ. ഈ ടെലൂറിയത്തിലൊക്കെ ഉള്ള സോറിയാസിസിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഒരു തേരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 60, 70, 80 ദിവസമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസ് ഫെയിലുവർ ആകുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് മെഡിസിൻ തന്നെയാണ്, ടെലൂറിയം കേസാണ് എങ്കിലും നമുക്ക് കോംപ്ലിമെന്ററി വിത്ത് ട്യൂബർക്കുലിനം 200 അല്ലെങ്കിൽ 03 ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്പീഡപ്പ് ചെയ്യും. അപ്പൊ ബേസിക് മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാതെ കോംപ്ലിമെന്ററി മെഡിസിൻസ്, എല്ലാത്തിന്റെയും കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ ഉണ്ടായോ വന്നു കഴിഞ്ഞാലും സെക്കൻഡ് പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഗ്രാഫൈറ്റിസ് ഒക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ എന്റെ ഒരു 10-20 കൊല്ലം വേസ്റ്റ് ആയി പോയെന്നായിരിക്കും. കാര്യം ഗ്രാഫൈറ്റിസ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഗ്രാഫൈറ്റിസിന് തന്നെ നമ്മൾ ശപിച്ചിട്ടുണ്ട്. കാര്യം ടിപ്പിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ച്, ഫ്ലൂയിഡ്, ഡ്രൈനസ്, ഇച്ചിങ് ഒക്കെ 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 നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ അൺവാണ്ടഡ് റിപ്പീറ്റേഷൻ തേർട്ടി കൊടുത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. 60, 70, 80 ദിവസം കഴിയുമ്പോൾ ലീഷൻ അങ്ങ് തൂത്ത് കളയണ പോലെ പോകുന്നുണ്ട്. അങ്ങനെ പോയില്ലെങ്കിൽ മാത്രമേ 200 കൊടുക്കാവുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് വന്നിട്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മള് എപ്പോഴും ഗ്രാഫൈറ്റിസിനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കിട്ടും. സോറിയാസിലാണെങ്കിലും എക്സ്മയിലാണെങ്കിലും ഒക്കെ. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുത്തുക. ഗ്രാഫൈറ്റിസ് എങ്ങനെയാ, ഒബീസിറ്റി ഉണ്ടാകും. ഗ്രാഫൈറ്റിസ് ഒരു
കറുത്ത മരുന്നല്ലേ, കരിയെന്നെടുക്കുന്നത് ഇപ്പൊ കറുത്തിരിക്കും. ഡ്രൈനസ് ഉണ്ടാകും, ഇച്ചിങ് ഉണ്ടാകും. പാർച്ച്മെന്റ് ഡ്രൈനസ് എന്നാ പറയണത്, എന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പർ പോലെ ഡ്രൈ ആയിരിക്കും. പിന്നെ ഇച്ചിങ് വരും, ഇച്ചിങ് ചെയ്ത ഫ്ലൂയിഡ് ഡിസ്ചാർജ് വരും. കോൺസ്റ്റിപ്പേഷനും ഗ്യാസും കറക്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ള ഒരു ഫാറ്റി ഫ്ലോപ്പി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാഫൈറ്റ് സെലക്ട് ചെയ്യാം, പക്ഷെ മിനിമം ഡോസ്. അപ്പൊ എന്റെ 20 കൊല്ലം നഷ്ടപ്പെട്ടതിനെ പറ്റി ഞാനിപ്പോ ദുഃഖിക്കുന്നുണ്ട്. കാര്യം അത്രയും കേസുകൾ നമ്മുടെ ഇതിൽ നിന്ന് ഫെയിലുവർ ആയി പോയിട്ടുണ്ട്. അൺവാണ്ടഡ് റിപ്പറ്റേഷൻ. ഓക്കെ, നോൺ ഡയബറ്റിസ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി മെറ്റബോളിക് സിൻഡ്രോംസ് is a clustering of all these 3 of the following 5 medical: abdominal obesity, high blood pressure, high blood sugar, serum triglycerol കൂടുക, low density high density lipoprotein HDL low ആകും. യു സി, ഇപ്പൊ ലിവർ ഡിസീസിൽ മെറ്റബോളിക് സിൻഡ്രോം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അബ്ഡോമിനൽ ഒബീസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ സെറം കൊളസ്ട്രോൾ ആൻഡ് ഹൈ ഡെൻസിറ്റി ഇംപ്രോപ്പറേഷൻ ലോ HDL കുറയുക. യൂസ് ചെയ്ത പതോളജിക്കൽ പിക്ചർ ഒന്ന് നോക്കിയേ. മൾട്ടി സിസ്റ്റം ഫെയിലുവർ, മൾട്ടി ഡിസീസസ് ഇൻ അഡ്വാൻസ് സ്റ്റേജ്, അതാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയും കാര്യത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ് യുറേനിയനേറ്ററി. ബാക്കി തെറാപ്പറ്റിക്സിൽ ഞാൻ പറയാം. അപ്പൊ മെറ്റബോളിക് സിൻഡ്രോം നമുക്ക് ഒത്തിരി കേസസ് കിട്ടും. നമുക്ക് ആ കറക്റ്റ് മെഡിസിൻ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷുഗറും കുറയും, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒബീസിറ്റി കുറച്ച് കുറയും, പിന്നെ HDL കൂടുകയും ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് സിറോസിസ്, മൈക്രോനോഡുലാർ, മാക്രോനോഡുലാർ, മിക്സഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. മാക്രോനോഡലിന്റെ പ്രത്യേകത, കോംപ്ലിക്കേഷൻസ് ഓഫ് സിവർ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അടുത്ത്. It is an increase in portal venous pressure, normal portal pressure 5 to 10 mm Hg. Portal hypertension 12 mm Hg. അപ്പൊ സാധാരണ പ്രഷറിൽ നിന്ന് 2 കൂടിയാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് പറയാം. നോർമൽ പോർട്ടൽ ഫ്ലോ 1 to 1.5 ലിറ്റർ പെർ മിനിറ്റ്, ഇത്രയും ഫ്ലോ ചെയ്യണം. Increased resistance to portal blood flow, hyperdynamic circulation, formation of autosystemic collaterals that divide blood to systemic circulation bypassing the liver. പണ്ടൊരിക്കല് ഒരു ബിഫോർ 6-7 മാസം മുമ്പ് നമുക്ക് പോർട്ടൽ ത്രോംബോസിസ് ആയിട്ട് ഒരു സിറോസിസ് ലിവർ വിത്ത് അഡ്വാൻസ്, അവർക്ക് HCC ഇല്ല, ALP കുറവാണ്, CA സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ഉണ്ട്, അസൈറ്റിസ് കാര്യമായിട്ടില്ല. പക്ഷെ അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊളാട്രൽ സർക്കുലേഷൻ ഉണ്ട്. കൊളാട്രൽ സർക്കുലേഷൻ പോർട്ടൽ വെയിനിന് ചുറ്റും കാണണമെന്നുണ്ടെങ്കിൽ പോർട്ടൽ വെയിനിൽ, പ്രിൻസിപ്പൽ വെയിനിൽ ഒബ്സ്ട്രക്ഷൻ വേണം. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് അവര് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ പ്രോട്ടൽ ത്രോംബോസിസ് ആണ്, ക്ലോട്ട് ഉണ്ട് പ്രോട്ടൽ വെയിനില്. ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ മെഡിസിൻ കഴിച്ചാൽ മതി, ഡയറ്റും ഒക്കെ കൊടുത്ത് വിട്ടതാ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. കാര്യം കാലം നീര് വന്നപ്പോൾ വന്നതാ. ഞാൻ അവർക്ക് കൊടുത്തത് എലാപ്പിസ്കോറ. ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. എലാപ്പിസ്കോറ കൊടുത്തപ്പോൾ ക്ലോട്ട് പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ ക്ലോട്ട് ഇല്ല. പേഷ്യന്റ് സ്റ്റിൽ ലിവിങ് വിത്ത് ഗുഡ് സ്റ്റാറ്റസ്. അപ്പൊ എലാപ്പിസ്കോർ വളരെ നല്ലതാണ് പോർട്ടൽ ത്രോംബോസിസ്. പിന്നെ ബ്ലഡ് ഫ്ലോ കൂടാൻ, അത് ബ്ലഡ് ഫ്ലോ ലീനായിട്ടേ പോയിക്കൊണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് സ്ലൈറ്റ് ജോണ്ടിസിങ്ങിന് ഒരു മാർജിൻ ലെവലിൽ കൂടുതലുണ്ടായി. അപ്പൊ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമ്മള് പലപ്പോഴും വരുന്ന ഇപ്പൊ 20-22 ബൈൽ റൂബിനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ആദ്യം കൊടുക്കുന്ന കാലിമോർട്ടണ്ണ. ഈ പേഷ്യന്റ് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ലെഫ്റ്റ് നോക്കുക, ലെഫ്റ്റിൽ ഒരു പോയിന്റെങ്കിലും കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു വിടും. നമുക്ക് ഒത്തിരി കേസിൽ 2-3 പോയിന്റ് 20 ആയിട്ട് കുറയും. അപ്പൊ എന്താ അതിന്റെ ഒരു നമ്മുടെ അസസ്മെന്റ്, ബ്ലഡ് ഫ്ലോ ഈസ് റീഗെയിൻ, സ്റ്റാർട്ടിങ് ടു റീഗെയിൻ, ചെറിയ ലൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിന് പറയുന്നത്
നമ്മുടെ ഫറൂഖ് മാസ്റ്റർ പുസ്തകത്തിൽ പറഞ്ഞത് എനിക്ക് അനുഭവമുള്ള ഒരു ബർബറീസ് വൾഗാരീസ് 1C or 2C or 3C 4 തുള്ളി 4 നേരം വെച്ച് കൊടുത്താൽ ഈ ബ്ലഡ് ഫ്ലോ കൂടും, ബൈൽ ഫ്ലോ കൂടും, ലീഡിങ്സ് ടു ബെറ്റർ പ്രൊഗ്നോസിസ് ജോണ്ടിസ് വരെ. വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് സർക്കുലേഷൻ, പോർട്ടോസിസ്റ്റിക് കൊളാട്രൽസ്. കോംപ്ലിക്കേഷൻസ് പിന്നെ ഏറ്റവും നമുക്ക് സാധാരണഗതിയിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കുറയാനും ലിവർ പതോളജി കുറയാനും വേരിക്കോസ് ഇസോവൽ വേരിസിസ് കുറയാനുള്ള ഒരു മെഡിസിൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതാണ് കൊളിൻസോണിയ. കൊളിൻസോണിയ ഭയങ്കരമായിട്ടൊരു വണ്ടർ മെഡിസിൻ, അതിഭയങ്കര മെഡിസിൻ. അതിന്റെ കൂടെ പൈൽസും കൂടെ ഉണ്ടെങ്കിൽ വളരെ കൺഫർമേറ്ററി മെഡിസിൻ ആണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ കൊളിൻസോണിയ. esophageal, gastric, anorectal, retroperitoneal varices, portal hypertension, gastropathy, capitomedusa, viral varana, ascites, congestive splenomegaly, hepatitis, encephalopathy. അപ്പൊ PTH കൂടിയാൽ ഇത്രയും വരാം. അപ്പൊ PTH നമ്മൾ മാനിക്കണം. അതിനൊരു MRIയോ CTO ചെയ്തിട്ട് അസസ് ചെയ്യണം. നമ്മളുടെ കയ്യിലുള്ള ക്രോണിക് കേസിൽ PTH ഉണ്ടോ, PHT ഉണ്ടോ നമ്മൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ പേഷ്യന്റ് കുറെ കാലം നമ്മുടെ കൂടെ ജീവിക്കും. ഇസോഫാഗൽ വേരിസസ്, അപ്പൾ GI ബ്ലീഡിംഗ്, മെലീന, മാസി ഹെമറേജ്, സൈൻസ് സിംറ്റംസ് ഓഫ് ഹൈപ്പോളിക് സ്ട്രോക്ക്. സിറോസിസ് വിത്ത് HCC വിത്ത് അസൈറ്റിസ് ഉണ്ടായി, ഒരിക്കൽ ടാപ്പ് ചെയ്ത് ഫ്ലൂറസി വിത്ത് എഫ്യൂഷൻ ഉണ്ടായിട്ട് ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ടോമി കൊച്ചിയിലുള്ളതാണ്. എൻ്റെ അടുത്ത് ഒരു 1.5-2 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാണ്. ഈയിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ മസാല കറി വെച്ച് തിന്നന്ന് രാത്രി ഛർദിച്ച് ബ്ലഡ് ഛർദിച്ച് മലത്തിന്റെ കൂടെ ബ്ലഡ് പോയി. രാത്രി എന്നെ വിളിച്ചു, രാവിലെ എൻ്റെ അടുത്ത് വന്നു. ഇപ്പൊ ആശുപത്രി പോണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുക ഭാര്യ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഞാനൊരു കാഡ്മിയം സൾഫാണ് കൊടുത്തത്. കാഡ്മിയം സൾഫാണ്ണം കൊടുത്തിട്ട് ഞാൻ എൻ്റെ പ്രയറിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചായ വരുത്തി കുടിച്ച് അയാളുടെ ബ്ലീഡിങ് നിന്നു. പിന്നെ അയാൾ അവിടെ വെച്ച് തന്നെ കക്കൂസിൽ പോയപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു വിട്ടത് ലെട്രാൻഡ്ര വെർജിനിക്കയാണ്, ഫോസ്ഫറസ് 0.1-0.2. ഒരു 3-4 ദിവസം കഴിഞ്ഞു. അപ്പൊ ആൽബമിൻ കുറഞ്ഞു പോയി. ആൽബമിൻ കുറഞ്ഞപ്പം ലിസി ആശുപത്രിയിൽ ഒന്ന് കാണിച്ചിട്ട് ആൽബമിൻ കയറ്റാൻ പറഞ്ഞു. അവരവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഹീലിംഗ് ഡിവോർഡിനൽ അൾസറാ കിട്ടി എൻഡോസ്കോപ്പി. അപ്പൊ ഹീലിംഗ് ഡിവോർഡിനൽ അൾസറ. അപ്പൊ അവർ നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോ ഇത്രയും കാലമായിട്ട് ഹോമിയോ. നിങ്ങൾ എന്താ ഈ ഹോമിയോക്ക് പോയത്? ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ആശുപത്രി കിടക്കുമ്പോൾ എന്തിനാ? അപ്പൊ അവർ പറയും നിങ്ങളെല്ലാം തടഞ്ഞ് പാലിയേറ്റീവ് വിട്ടപ്പോ ഞങ്ങൾ അവിടെ പോയതാ. എൻ്റെ അച്ഛൻ സുഖമായിട്ട് ഇപ്പൊ ഇത്രയും കാലമായിട്ട് 1.5 കൊല്ലമായിട്ട് ജീവിച്ച് ഇപ്പോഴും ഛർദിൽ വന്നപ്പോ ഞങ്ങൾ അവിടെ പോയാ ഛർദില് പിന്നെ ഛർദിച്ചില്ല. ഫുഡ് അവിടെ വെച്ച് കഴിപ്പിച്ചാ വിട്ടത്. ഇപ്പൊ പിന്നെ എന്തിനാ ഇവിടെ വന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ കാണിച്ച ആൽബമിൻ കയറ്റാൻ പറഞ്ഞു. അവർ ആൽബമിൻ കയറ്റി ഒന്നുകൂടെ അസസ് ചെയ്തപ്പോഴാ പറഞ്ഞു. അപ്പം നമ്മള് ഈ GI ബ്ലീഡിങ് കണ്ടു കഴിയുമ്പോൾ സിംറ്റോമാറ്റിക് ആയിട്ടുള്ള ബ്ലാക്കിഷ് ബ്ലഡി വൊമിറ്റിംഗ് കാഡ്മിയം സൾഫ അവിടുത്തെ ഇൻജസ്റ്റൈൽ ചെയ്യുന്നു. അവിടെ പോലും നമ്മൾ സിംറ്റമാറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. പിന്നെ മലീന കണ്ടിട്ട് റെക്ടൽ ബ്ലീഡിങ് ഉണ്ടോ, മറ്റേ സ്റ്റൂളിനകത്ത് ബ്ലഡ് ഒക്ലോട്ട് ബ്ലഡ് പോസിറ്റീവ് ആണ്. ബെസ്റ്റ് മെഡിസിനിൽ ലെപ്റ്റാൻഡ്ര വെർജിനിക്ക. യു ഗിവിൻ പൊട്ടൻസി ഫോർ ടിഞ്ചർ ഫോർ appearance. No varices, grade 1 varices, grade 2 varices, grade 4 esophageal varices. Esophageal variceal bleeding. ഈ അപ്പിയറൻസ് ഉള്ള ഏത് കണ്ടാലും ഫേമസ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതൊന്നെങ്കിൽ സിബിലിറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ട്യൂബർക്കുലറായിരിക്കും. ഇപ്പൊ സിബിലിറ്റിക് തിങ് ആണെങ്കിൽ ഇത് ബ്ലീഡ് ചെയ്യാണ് മെർസോൾ. അതർവൈസ് ബ്ലീഡ് ചെയ്താൽ അപ്പിയറൻസേ ഉള്ളൂ,
ട്യൂബർക്കുലറിനും 0.3 കൊടുത്തു നോക്കുക, പെട്ടെന്ന് ഇതിന്റെ കളർ മാറും, ബ്ലീഡിങ് ടെൻസിയോടും കൺജഷൻ കുറയും. അപ്പൊ ഒരു മ്യൂക്കസ് കൺജഷൻ വിത്ത് ഇതാണെങ്കിൽ മില്ലിവോളിയം പൊട്ടൻസിയും കൊളിൻസോണിയായി. അപ്പൊ മ്യൂക്കസ് വിത്ത് വീനസ്, മ്യൂക്കസ് വിത്ത് ആർട്ടീരിയൽ കൺജഷൻസ്, അവിടെ ബ്ലീഡ് അൺനോട്ടീസ്ഡ് ആണോ, പേഷ്യന്റ് നടക്കുമ്പോ ഇത്ര പതോളജി ഉണ്ടോ, വേനസ് ചെയ്യുന്ന അറിയാതെ മുണ്ടേ പോവാതെ മെഡിസിൻ ഈസ് ക്രോട്ടാലസ് വോൾസ്. ഇഫ് ഇറ്റ് ഈസ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണോ അമോണിയം കാർബൺ, ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് സ്പ്രേ അടിക്കണ പോലെ റിക്വസ്റ്റിലിരിക്കുമ്പോൾ പൗച്ചിൽ വീഴാതെ നിറഞ്ഞു വീഴുന്നുണ്ടോ, ലാക്കസിസ്. ലാക്കസിസ് ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അതുപോലുള്ള ചെറിയ ക്ലൂസ് വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ മയാസം ഈസ് ട്യൂബർക്കുലർ സിഫിലിറ്റിക്. അപ്പൊ അപ്പിയറൻസ് കൊണ്ട് തന്നെ നമുക്ക് മയാസം കണ്ടുപിടിക്കാം. അതിന്റെ ക്യാരക്ടർ കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, സജക്ട് ചെയ്യാം. പേഷ്യന്റിന്റെ മയാസവും മരുന്നിന്റെ മയാസവും ഡിസീസിന്റെ മയാസവും കണക്ട് ചെയ്യാം. കോംപ്ലിക്കേഷൻ അസൈറ്റിസ് ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിലെടുക്കാം. എൻസെഫലോപ്പതി, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, ബോധമില്ലാതെ വരിക, നോർമലായിട്ട് സംസാരിക്കുക. എനിക്ക് ഇത്തരം കേസസ് കിട്ടിയിട്ടുണ്ട്. കുറെ കാലം നമുക്ക് ദോഷമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അവര് സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ആശുപത്രിയിൽ 1,50,000 രൂപയാകും. അവൾ സഡേറ്റീസ് കൊടുക്കും, ബ്ലഡ് കയറ്റും, അങ്ങനെ ചെയ്യാം. നമ്മൾ കൊടുത്ത കാംപ്രസ് ബ്രൊമാറ്റുമാണ് അബ്നോർമൽ ടോക്കിംഗ് വിത്ത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി. വളരെ നല്ല മെഡിസിനാണ്. പഠിച്ചാൽ അറിയാം അതിനകത്തുള്ള കാര്യം. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയുടെ കോമൺ ഫൈൻഡിങ്സ്: അമോണിയ കൂടുന്നു, ഗ്ലൂട്ടാമിൻ, മയോത്തൈൻ, നൈട്രജൻ, സെർക്കോട്ടിൻ അഗ്രവേറ്റ് ചെയ്യുന്നു, ഗട്ട് ഫ്ലോറയിൽ മെറ്റബോളിക് സബ്സ്റ്റൻസ് വേസ്റ്റ് വരുന്നു. അതുവഴി ഫെയിലുവർ ടു മെറ്റബോളൈസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, NH3 ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മെറ്റബോളൈറ്റ് പ്രൊസീജിയറിന്റെ സ്ട്രക്ചർ മാറുന്നു. ബൈപ്പാസ് ലിവർ റീച്ച് ജനറൽ സർക്കുലേഷൻ, പ്രോട്ടോസിന്തറ്റിക് ഷട്ട് ഉണ്ടാക്കിയിട്ട് ടോക്സിൻ സെഡിമെന്റ് ചെയ്യുന്നു. ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് മോർഫിനം 0.3. ഈ കണ്ടീഷൻസിൽ ഹെപ്പാറ്റിക് എൻസെഫലി വന്നാൽ അബ്നോർമലായിട്ട് ബോധമില്ലാതെ കിടക്കുവാണെങ്കിൽ മോർഫിനം നല്ലതാണ്. ബോധത്തോടു കൂടി അബ്നോർമലായിട്ട് സംസാരിക്കുവാണെങ്കിൽ കാംപ്രസ് ബ്രൊമാറ്റ്. എൻസെഫലോപ്പതി ചേഞ്ച് പേഴ്സണാലിറ്റി ബിഹേവിയർ, attention, dysfunction, inability, depression, change, hypersomnia, insomnia, Chiriaxis evidence. അപ്പൊ ഗ്രേഡ് 3 ഡ്രൗസിനെസ്, ഗ്രേഡ് 4 കൺഫ്യൂഷൻ, ഡിസോറിയന്റേഷൻ, സൂപ്പർ. അത് ഓരോ കണ്ടീഷന് കോമ യൂസ്. അതിന് ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ച് നമ്മൾ അളന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റെക്കോർഡ്സ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ലിവർ ഡിസീസിൽ പണ്ട് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് പഴയ ക്ലാസ്സിൽ. എൻ്റെ നമ്മുടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അമ്മായി അച്ഛൻ, അദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആയിരുന്നു, മദ്യപിക്കുമായിരുന്നു. അപ്പൊ അവസാന സ്റ്റേജിൽ ഏത് ബൈസ്റ്റാൻഡർ ചെന്നാലും അദ്ദേഹത്തിന് തുണി ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞിരുന്നു. അപ്പൊ ഒരു വലിയ ജൈജാന്റിക് ഫിഗറായിരുന്നു. അപ്പൊ ഈ എക്സ്പോസ്ഡ് ഫിഗറൊക്കെ ഇങ്ങനെ കാണുമ്പം വീട്ടുകാർക്കൊക്കെ പേരക്കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, പേരക്കിടങ്ങളൊക്കെ പ്രശ്നമായി. അപ്പൊ എത്ര തുണിയിട്ട് കഴിഞ്ഞാലും പതുക്കെ എടുത്തു കളയും. അത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഒരിക്കൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് നോർമലാണ്, ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യും. അതിന്റെ നമ്മുടെ ഏറ്റവും വലിയ ഒരു മെഡിസിൻ നമ്മൾ പറഞ്ഞുതരാം. ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ ദോഷമായിട്ടാണ് കണ്ടത്. അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഒരു 10 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ച് ഞാൻ പോയി, ഞങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു ആ ക്യാരക്ടറെ മാറി. അപ്പൊ അതൊരു മാനസിക അസുഖത്തിനുപരി ടെൻഡർനെസ് ഓഫ് ലിവറിന്റെ പുറത്ത് തുണി ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് കണ്ടത്. കാർഡസ് മറിയാനിസിന്റെ ഒരു സിംറ്റം അത്. ലെഫ്റ്റ് ലോബിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ഹെപ്പാറ്റിക്ക ട്രൈഫ്ലോറ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം. അസ്താക്കസ് നല്ല മെഡിസിൻ. അപ്പൊ ഈ 3-4 മെഡിസിനാണ് അതിനായിട്ട് കാണാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്ന് പഠിച്ചു.
Then carcinoma, hepatocellular carcinoma, tumor of liver, responsible for 12,000 deaths per year. Common malignancies in adult, more common in men than one. Malignant tumor composed of cell resembling hepatocytes. Hepatocytes കൂടുതലാണ് ബയോപ്സി എടുക്കുമ്പോൾ കാണുന്നത്, അങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. Hepatitis B and hepatitis C strongly predispose to the development of chronic liver disease and subsequent development of HCC. AST diagnostic evaluation, AST, ALT, alkaline serum bilirubin, albumin, prothrombin, GGT, hepatic serology, autoimmune markers. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കേസ് കിട്ടിയിട്ട് ക്യാൻസർ ആണെന്ന് നമുക്കറിയാം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. AFP അതാണ് സെറോളജിയിൽ AFP, CA, GGT കിട്ടുവാണെങ്കിൽ സ്ട്രെപ്റ്റി ജോണ്ടിസ് ഡയഗ്നോസ് ചെയ്യാം. മറ്റേ കാര്യങ്ങളെല്ലാം നമ്മൾ ഏർലിയർ ഡിസ്കസ് ചെയ്തത്. ഹെപ്പാറ്റിക് സെല്ലറോ കാർസിനോമയുടെ അപ്പിയറൻസ്. Introduction. Major histological variants. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞില്ല നേരത്തെ. ആൽക്കഹോളിസം, ബിലിയറി സിറോസിസ്, ടോക്സിൻ, കൺജനിറ്റൽ ബിലിയറി അറ്റാക്സിയ, ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, ഹീമോക്രോമോസൈറ്റോസിസ്, ആൽഫ-1, ഇതെല്ലാം നമ്മൾ ജോണ്ടിസിന് സിറോസിസ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ക്യാൻസർ ലിവറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. അതിന്റെ സ്കോപ്പ്, ക്രോണിക് ലിവർ ഡിസീസ് ലീഡിംഗ് ടു സിറോസിസ്, അതിന്റെ കോസസ് ഹെപ്പാറ്റിക് ഹെമറേജ്, ആൽക്കഹോളിക്, നാഷ്, പൈനോസ്പീനിയ, റീജനറേറ്റീവ് സ്റ്റിമുലി, എൻവയോൺമെന്റൽ കാർസിനോജെനിസിസ്, അലോക്സ, ജെനറ്റിക്സ്, നോൺ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പാത്വേ, HCC. അപ്പൊ അതുണ്ടാകുന്ന ഒരു ഷോർട്ട് സ്റ്റഡിയാണ്. തെറാപ്പീസ്. ഇതുവരെയുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. ലളിത ഡോക്ടറെ, സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? വളരെ ഡോക്ടർ കേട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. കാർഡസ്, അബ്യൂസ് ആൽക്കഹോൾ, ബിയർ, എസ്പെഷ്യലി ബിയർ. അപ്പൊ ആൽക്കഹോളിനേക്കാൾ കൂടുതൽ ശല്യം ബിയറാണ്. ഇപ്പൊ ബിയർ കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്ലൂ ആയിട്ട് കിട്ടുവാണെങ്കിൽ കാർഡസ് ഈസ് ബെസ്റ്റ്. പോർട്ടൽ സിസ്റ്റം, ലിവർ വിത്ത് പെയിൻ ആൻഡ് ജോണ്ടിസ്. അപ്പൊ പോർട്ടൽ കൺജഷൻ ഉണ്ട്, ലിവർ ഡിസീസ് ഉണ്ട്, ആൽക്കഹോളിക് ഹിസ്റ്ററി ഉണ്ട്, ജോണ്ടിസും ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആക്ടിവിറ്റീസ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം. അപ്പൊ കാർഡിയോവാസ്കുലർ ഹെപ്പാറ്റിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് കാർഡസ്. വെരിക്കോസ് വെയിൻ അൾസർ, dropsy due to pelvic congestion, hepatic disease, diabetes, debility, hemorrhage, omitting green acrid fluid. ഗ്രീൻ ഫ്ലൂയിഡ് ഒമിറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 3-4 പ്രാവശ്യം നമ്മളൊരു തെറാപ്പറ്റിക്സ് ഓഫ് ലിവർ ഡിസീസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാർഡസിന്റെ ജനറൽ ക്ലൂസ്. ഒന്ന്, ഡയബറ്റീസും ഹാർട്ടും ലിവറും കൂടെ വരുന്ന കേസസ്. Hepatic vascular and with pelvic congestion, dropsy, ascites, ക്ഷീണം, hemorrhage, ഗ്രീൻ കാർഡ് ഫ്ലൂയിഡ് ഒമിറ്റ്. ഇത്രയും നമ്മളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനകത്ത് നമുക്ക് പെട്ടെന്ന് ക്ലേ കളേഡ് സ്റ്റൂൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നോക്കിക്കോണം. കാസ്കര സാഗര, കോൺസ്റ്റിപ്പേഷൻ ലിവർ. അപ്പൊ ലിവർ ക്യാൻസറിലും റെക്ടൽ ക്യാൻസറിലെ കോൺസ്റ്റിപ്പേഷനിൽ കാസ്കര സാഗര വളരെ ഇമ്പോർട്ടൻസ് ആണ്. സിറോസിസിൽ നമുക്ക് ഉപയോഗിക്കാം. ജോണ്ടിസിൽ, ഹെമറോയിഡ്, കോൺസ്റ്റിപ്പേഷൻ, ഗാസ്ട്രിക് ഹെഡേക്ക്. റോഡ് ഫ്ലോപ്പി ടങ് വിത്ത് ഹാലിറ്റോസ്, ഭയങ്കര വായുനാറ്റമായിരിക്കും. സ്റ്റൂളിനും ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാകും. കാസ്കരാസായുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തുവാ? യൂറിനറി സിസ്റ്റത്തിൽ പ്രോസ്റ്റേറ്റ് വിത്ത്, എത്ര വലിയ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഈ സിംറ്റം ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലപോലെ പ്രോസ്റ്റേറ്റ് സഭയിലൊന്നും കൊടുക്കാതെ തന്നെ കുറയും. എന്താ സിംറ്റം? വാണ്ട് ടു വെയിറ്റ് ബിഫോർ ദ ഈവൻ ഫുൾ ബ്ലാഡർ ആണെങ്കിൽ പോയി നിന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ യൂറിൻ വരത്തില്ല. യൂറിൻ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആകും. കാസ്കരാസായ ശിവാനന്ദ സെപ്പനിൽ വിത്ത് ലാർജ് സ്പ്ലീൻ. എപ്പറ്റോമിഗാലി വിത്ത് സ്പ്ലീനോമിഗാലി ഉള്ള 2 മെയിൻ മെഡിസിനിൽ ശിവാനന്ദസും സിയോനാന്തസും നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ നമ്മള് ഒരു അഡീഷൻ കൂടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള LDL, HDL കുറഞ്ഞിട്ട് ട്രൈഗ്ലിസറോൾ കൂടുക,
LDA കൂടുക, SGOT-SGPT കൂടുക, സ്പ്ലീനോമിഗാലി ഉണ്ടാക്കുക. ഷിയോനാഥ് സ്പെസിഫിക്. അറസ്റ്റോമെൻസസ്, ഗാൾ സ്റ്റോൺ, ഡയബറ്റീസ് വിത്ത് ഗാസ്ട്രോപാറ്റി. അപ്പം ഡയബറ്റീസ് ഗാസ്ട്രോഹെപ്പാറ്റിക് എന്നെങ്ങനെ പറയാം? നല്ലൊരു ക്ലൂ ആണത്. കാര്യം ഡയബറ്റീസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിന് വന്നാൽ ഇവർക്ക് ബ്യൂട്ടാറിക് ആസിഡ് ഇസ് ദ മെയിൻ മെഡിസിൻ ഫോർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ കോസ്. പണ്ടൊരു ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് സെല്ലുലാർ ജോണ്ടിസ് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗാൾ സ്റ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പാൻക്രിയാസ് ഹിസ്റ്ററി ഉണ്ട്, ദോഷം ഇതുണ്ടെങ്കിൽ നമുക്ക് ഷിയോനാന്തസ് ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. CA വിത്ത് ആണെങ്കിലും വിതൗട്ട് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്ട്രിങ്ങിങ് അപ്പ് ഇൻഡസ്റ്റൈനും ഭയങ്കര വേദന, ലിവറിലല്ല വേദന, വിച്ച് സഡൻലി ഡ്രോൺ ടൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് ഭയങ്കര സിവിയർ പെയിൻ, വലിച്ചു മുറുക്കി കാക്ടസിന്റെ ഹാർട്ട് ഡിസീസ് പോലെ നമുക്ക് ലിവർ ഡിസീസിൽ വരുന്ന ഒരു മെഡിസിൻ ഷിയോനാന്തസ്. കളേർഡ് പേസ്ട്രി സ്റ്റൂൾ, ക്ലേ കളേർഡ് സ്റ്റൂളായി. ഇപ്പൊ കൊളഞ്ചോ കാർസിനോമയില് പാൻക്രിയാറ്റിൻ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ക്യാൻസറിൽ ലിവർ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഷിയോനാന്തസ് നല്ലതായിരിക്കും. പിന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ യെല്ലോയിഷ് സ്വെറ്റ് വിത്ത് ഇച്ചിങ്, അതാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിൽ ഷിയോനാന്തസിന്റെ ഇൻഡിക്കേഷൻ. കൊളസ്ട്രോൾ ഫോർ ക്യാൻസർ ലിവർ, ഒബ്സ്റ്റിനേറ്റ് ഹെപ്പാറ്റിക് എൻവയോൺമെന്റ്, ബേണിംഗ് പെയിൻ, ഓൾവേസ് പേഷ്യന്റ് ഹോൾഡ് ഹാൻഡ്സ് ഇൻ ലിവർ എന്ന് വെച്ചാൽ കരള് കയ്യിലെടുത്തോണ്ടിരിക്കുക, അനങ്ങാൻ പറ്റത്തില്ല. ബ്രൈ നല്ല മെഡിസിൻ, ആവശ്യം വെച്ച് കിടക്കുമെങ്കിൽ. ആവശ്യം വെച്ച് കിടക്കത്തില്ല കൊളസ്ട്രോൾ, മറ്റേ ദിവസം വെച്ച് കിടക്കത്തില്ല. ഇതാണ് ബ്രൈ ഇതും തമ്മിലുള്ള വ്യത്യാസം. ഗാൾസ്റ്റോൺ ജോയിന്റ്, ഗാൾസ്റ്റോൺ വിത്ത് ഇൻസോമാനിയ, മെഡിസിൻ പ്രിപ്പയർഡ് എപ്പിത്തീലിയൽ കവറിംഗ് ഗാൾബ്ലാഡർ ആൻഡ് ഡക്ട്. കോണിയം, ഹെപ്പറ്റോമയിൽ ജോണ്ടിസ്, സ്വെല്ലൻ സെറ്റിസ് പ്രൂവ്ഡ്, നൈഫ് ലൈക്ക് പെയിൻ ഇൻ ലിവർ, സിറ്റിംഗ് വിത്ത് പുട്ടിംഗ് ലെഗ് ഓൺ ചെയർ. ഒരു കോമൺ സിംറ്റം ആണ് കണിയത്തിന്റെ. എവിടെ ഇരുന്നാലും രണ്ട് കാലം കൂടെ പൊക്കി നമ്മൾ ഈവൻ കൺസൾട്ടേറ്റീവ് റൂമിൽ പോലും വന്നാൽ ഈ പേഷ്യന്റ് അങ്ങനെ ഇരിക്കത്തുള്ളൂ. ആ ഒരൊറ്റ സിംറ്റം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കൊണിയത്തിൽ ചികിത്സ തുടങ്ങിയിട്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. ലെപ്റ്റാൻഡ വെർജിനിക്ക, ജോണ്ടിസ് വിത്ത് ബ്ലാക്ക് ടാറി പിറ്റഡ് സ്റ്റൂൾ, ഇസോഫാഗൽ വേരിസിസ്, പോർട്ടൽ കൺജഷൻ ഒക്കെ അതിനകത്ത് വരുമല്ലോ, അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് ടാറി സ്റ്റൂൾ വരുന്നത്. മലേറിയയുടെ ഇല്ല എഫക്ട്, പ്രൊലാപ്സ് റെക്ടം വിത്ത് ഹെമറേജ്, ലിവർ പെയിൻ എക്സ്റ്റെൻഡിങ് ടു സ്പൈൻ, ഗുഡ് മെഡിസിൻ ഫോർ ഇസോഫാഗൽ വേരിസ്, മലീന, പോർട്ടൽ കൺജഷൻ റെഡ്യൂസ്, ഇൻട്രാവാസ്കുലർ പ്രഷർ കുറക്കാൻ, പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ വാസ്കുലർ പ്രഷർ കുറക്കാൻ നമുക്ക് ലെപ്റ്റാൻഡ വെർജിനിക്ക വളരെ നല്ലപോലെ യൂസ് ചെയ്യാം. മെരിക്ക, പെർസിസ്റ്റന്റ് സ്ലീപ്ലെസ്നെസ് വിത്ത് ലിവർ കംപ്ലൈൻസ്, ഉറക്കയില്ലായ്മ ലിവർ കംപ്ലൈന്റിന്റെ കൂടെ ഉണ്ടോ? പാസിഫ്ലോറ ഒന്നും കൊടുക്കാതെ മെരിക്ക കൊടുക്കാൻ പറ്റും. മെരിക്കയുടെ ഭയങ്കരമായിട്ട് പവർ സ്മെല്ലിങ്, ഫ്ലാറ്റസ് ഉണ്ടാകും, ബാഡ് ടേസ്റ്റ് ഇൻ മൗത്ത് വിത്ത് നോഷ്യ, ഭയങ്കര വായുമാണ്, എലിസിറ്റോസിസ്, കംപ്ലീറ്റ് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഓഫ് ഫുൾനെസ് ഓഫ് അപ്റ്റൻ ആസ് ഇസ് എ ഹെവി മീൽ, liver complaints, constant discharge of platters when walking, virgin stool but only passing platters relief, ash colored stool. ഇപ്പൊ ഈ സ്റ്റൂളിന്റെ ഒരു തെറാപ്പറ്റിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, പെട്ടെന്ന് നമുക്ക് അതിന് ഒരു ചെയ്യും. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വിത്ത് ക്രീപ്പിംഗ് ഇച്ചിങ്, ഇങ്ങനെ നിരച്ച് 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 ശരീരം വ്യാപിക്കുന്ന ഒരു ഇച്ചിങ്. ഫോസ്ഫറസ് ഏത് തെറാപ്പറ്റിസ്റ്റ് ഏത് റെപ്പർട്ടറി എടുത്താലും ഏറ്റവും കൂടുതൽ മെഡിസിൻ കോമൺ ആയിട്ട് വേണം ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഒരു കാര്യം ഭയങ്കര ഹങ്കർനെസ് ആയിരിക്കും, ഒരു വിഗേറിയസ് അപ്പിറ്റൈറ്റ്. കാരണം ലിവർ ഡിസീസിൽ സാധാരണ നമ്മൾ കാണുന്നത് വിശപ്പില്ലായ്മ, ഇത് തിരിച്ച് ഭയങ്കര വിശപ്പായിരിക്കും. ബെൽജിങ് ഉണ്ടാകും, കോൾഡ് ഫുഡ് പ്രിഫർ ചെയ്യും, ചില്ലി പേഷ്യന്റ് വിത്ത് കോൾഡ് പ്രിഫർ, പാൻക്രിയാറ്റിക് ആൻഡ് ഹെപ്പാറ്റിക് ഡിസീസ്, ഫാറ്റി ഡിനേഷൻ, large yellow spot on abdomen, on stomach, jaundice from destructive metabolism, yellow atrophy of liver, fatty degeneration, cirrhosis, repeated UTI, stool like dog, erect weakness. ഇപ്പം അവിടെ നമുക്കൊരു സ്റ്റൂളിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ലിവർ ഡിസീസ്. ടീലിയ ട്രൈഫ്ലോറ, സിവിയർ ആക്കിംഗ് പെയിൻ ഇൻ ദ ലിവർ, അഗ്രവേഷൻ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ്. ശരിക്കും അനുഭവത്തില് റെപ്പർട്ടറിയില് അത്
റൈറ്റ് സൈഡ് വെച്ച് കിടക്കുന്ന രണ്ട് മെഡിസിനാണ്. ഒന്ന് മഗ്നീഷ്യം ഓറും ടീലിയ ട്രൈഫ്ലോറിയ. പക്ഷേ പുസ്തകങ്ങളിൽ ലൈംഗോൾ ലെഫ്റ്റ് സൈഡ് അഗ്രവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് സൈഡ് വെച്ച് കിടക്കുന്നത് ശരിയാ. അറ്റോണിക് സ്റ്റേറ്റ് ഓഫ് സ്റ്റമക്, കോൺസ്റ്റന്റ് സെൻസേഷൻ ഓഫ് കൊറോഷൻ വിത്ത് ബേണിംഗ്, നോട്ട് റിലേഷൻ ബൈ ഈറ്റിംഗ്. അപ്പൊ അയഡത്തിന്റെ അപ്പിറ്റേറ്റ് ഭക്ഷണം കഴിച്ചാൽ കുറയും. ഈ ടീലിയ ട്രൈഫ്ലോറ ഭക്ഷണം കഴിച്ചാൽ കൂടും. അതാണ് എംറ്റി സ്റ്റൊമക്കിൽ അഗ്രവേഷൻ, ഗെറ്റ് റിലീഫ് ബൈ കോൾഡ് ഫുഡ്, അയഡാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ടീലിയ ട്രൈഫ്ലോറ. പിന്നെ ഏറ്റവും ടീലിയ ചെറിയ മെഡിസിൻ ആണെങ്കിലും ഒത്തിരി നന്മ ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈവൺ ഇൻ അസൈറ്റിസ് ഭയങ്കര റിട്രാക്ഷൻ ആയിട്ട് വയർ ചൊട്ടിക്കിടക്കും. അപ്പൊ ലിവർ ഡിസീസിൽ ഒത്തിരി പതോളജി ഉണ്ടെങ്കിലും ലിവർ ചൊട്ടിക്കിടക്കുന്ന ഒരേ ഒരു മെഡിസിൻ ടീലിയ ട്രൈഫ്ലോറയാണ്. കെൽമക്, ആൻഡ്രോഗ്രാസ് പിയാനിക്കുലേറ്റ. ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷനിൽ ആൻഡ്രോഗ്രാഫിന് ഒരു അൺഡൗട്ടഡ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂടെ അത് നല്ലപോലെ എഫക്ട് ചെയ്യും. അതിന്റെ ബേണിംഗ് ഉണ്ട്. കലാസാർ ഇൻഫെക്ഷനിലൊക്കെ നല്ലതാണ്. വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ലിവർ പതോളജിയിൽ ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ ഇസ് എ വെരി ഗുഡ് മെഡിസിൻ. കോഴ്സിയാമര, സിറോസിസ് ലിവർ വിത്ത് അസൈറ്റിസ്. അപ്പൊ ഒത്തിരി നമ്മൾ പഠിച്ചിരിക്കുന്നത് എപ്പിസ്മില്, അസറ്റിക് ആസിഡ്, അപ്പോസൈനത്തിനുപരി ആ സിംറ്റംസ് തന്നാൽ പോലും ഇതൊരു അത് കഴിഞ്ഞുള്ള ഒരു PG ലെവൽ മെഡിസിൻ ആണ് കോഷ്യ സിറോസിസ് വിത്ത് അസൈറ്റിസ്. അസൈറ്റിസിൽ ക്യാൻസർ വിത്ത് അസൈറ്റിസ് ആണെങ്കിലും കോഷ്യ നമ്മുടെ അലോപ്പതിയിലെ ലാസിലാക്ടോൺ കൊടുക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കോഷ്യാമര കൊടുത്താൽ കിട്ടും. അതിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോട്ടവായും ഭയങ്കര സ്ട്രെച്ചിങ്ങും ആണ്. റീഇറിറ്റേഷനൊക്കെ ഉണ്ട്, ഒളിയൂറിയ ഉണ്ട്, സ്റ്റൂൾ അൺനോട്ടിസ്ഡ് ആയിട്ട്. ആ പതോളജിക്കൽ അഡ്വാൻസ്ഡ് കണ്ടീഷനിൽ ഈ സിംറ്റംസ് കോർഡിനേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ കോസ്റ്റിക്കോ ഒക്കെ ചിന്തിക്കുന്നതിന് പകരം ലിവർ ഡിസീസിൽ കോഷ്യ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ വേറെ ഒരു കോഷ്യാമരായിക്കുള്ളത് സ്ത്രീകളിലുള്ള പ്രൊലാപ്സ് യൂട്രസിന്റെ കൂടെ രാത്രി യൂറിൻ അറിയാതെ അൺനോട്ടീസ്ഡ് യൂറിനേഷൻ ഈ കോഷ്യ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. ഐറിസ് വേഴ്സ് ബെൽച്ചിങ്, നോസിയ വിത്ത് സെലവേഷൻ, ബേണിംഗ്, ഓൾ ഇൻഡസ്റ്റൈനൽ കനാലിൽ ഭയങ്കര ബേണിംഗ്, ഗ്രീൻ സ്റ്റൂളാണ്. ഓഡോപൈലത്തിന് എന്താ ആവശ്യം? ഇങ്ങനെ തടയിരിക്കും. അതാണ് ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്. ചുൽഡോണിയം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സെറസഫ്യൂഷൻ വിത്ത് ജോണ്ടിസ്. ഇപ്പൊ അസൈറ്റിസിന്റെ കൂടെ പ്ലൂറസി വരാം, ലിവറിൽ ലാർജ് ലിവർ വിത്ത് ഫ്ലൂയിഡ് കണ്ടന്റ് വരാം, ഇൻഫീരിയർ ആംഗിളിൽ വരും, ചെസ്റ്റിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യും. പക്ഷെ റൈറ്റ് സൈഡ് വെച്ച് കിടക്കുമ്പോൾ അഗ്രവേഷൻ. പ്രഗ്നൻസി, ലാർജ് ഫ്ലാബി യെല്ലോ ടങ് വിത്ത് ഇംപ്രിന്റ് ഓഫ് എലിസിറ്റോസിസ് ഉണ്ട്, ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, വൊമിറ്റിംഗ് ആഫ്റ്റർ ഡ്രിങ്കിങ്, റൈറ്റ് സൈഡ് ന്യൂറാൾജി ആഫ്റ്റർ കംപ്ലൈൻസ് റിലേറ്റഡ്. അപ്പൊ തലവേദന, കൺജസ്റ്റീവ് ഹെഡേക്ക് ഓൺ റൈറ്റ് സൈഡ് വിത്ത് ലിവർ ഡിസീസ്, ചിൽഡ്രോണിയം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കോർണസ് റെസിനേറ്റസ്, ഹെപ്പറ്റൈറ്റിസ് വിത്ത് ക്രോണിക് മലേറിയ ആൻഡ് ജോണ്ടിസ്, ആപ്തേസ് അൾസർ വിത്ത് ലിവർ, ഡാർക്ക് ബിലീവേഴ്സ് വിത്ത് ഒപ്പൻസി ഡയറിയ. അപ്പൊ ഡാർക്ക് ബിലീവേഴ്സ് സ്റ്റൂള് ഹെപ്പറ്റൈറ്റിസ് സിയിലും ബിയിലും എയിലും നമുക്ക് കോർണസ് റെസിനേറ്റസ് കിട്ടിയാൽ കുറച്ചുകൂടെ ഒരു ട്രക്ക് ഓഫ് ഡിഫറൻസ് അതിന്റെ ജോയിന്റ്സ് ഉണ്ടെങ്കിൽ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെഡിസിന്റെ കൂടെ ഇത് കൊടുക്കാം. പിന്നെ കൊളിൻസോണിയ നമ്മൾ പറഞ്ഞു. ലൈക്കോപോഡിയം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലൈക്കോപോഡിയത്തിന്റെ ഇച്ചിരി മതിയാകും. അത് നോക്കാം. ഹോട്ട് ഫാമം നോക്കാം, ക്യാരക്ടർ നോക്കാം. ബട്ട് മൊഡാലിറ്റി, ആ വശം കിടക്കുന്ന മൊഡാലിറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണം കിട്ടത്തില്ല. പിന്നെ എമൻജിയോമ ഓഫ് ലിവറിൽ ലൈക്കോപോഡിയം നല്ലതാണ്. ആൾസെൽഫ് റൂബ്ര നമ്മൾ പഠിച്ചിട്ടുള്ള ആൾസെൽഫ് ഫ്ലേവോ. എമൻജിയോമ ലിവർ ഒത്തിരി കേസസ് നമുക്ക് കിട്ടും. എമൻജിയോമ ലിവറിൽ നല്ലപോലെ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ആൾസെൽഫ് റൂബ്ര. ഫ്ലേവർ അല്ല, ആ ഗ്രൂപ്പിൽ തന്നെയുള്ള. നെക്സോമിക്ക മോഡേൺ ലൈഫ് സ്റ്റൈലിന്റെ ഒരു വരദാനമായിട്ട് ടെമ്പറമെന്റും നമ്മുടെ സ്റ്റൂളിന്റെ റിലേഷനും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇൻ ജോണ്ടിസ് മാത്രം നമ്മൾ പഠിക്കുകയാണ്. കാലിപിക്രിക്കം വിത്ത് വയലന്റ് ഇറക്റ്റേഷൻസ്. ആലോസ് നമുക്ക് അൺനോട്ടീസ്ഡ് സ്റ്റൂൾ ഉണ്ടാകണം, കൺജഷൻ ഉണ്ടാകണം, പൈൽസ് ഉണ്ടാകാം, പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാകും. ആലോസിന്റെ ഇൻസെക്യൂരിറ്റി, അർജന്റൈനൈട്രിക്കം, അതിന്റെ മൈൻഡ്, അതിന്റെ ഗ്രീനിഷ് ഡിസ്ചാർജ്, ക്രേവിംഗ് നമുക്കറിയാലോ. പിന്നെ ഓറമോർ നാട്രേറ്റ്, ഹെപ്പാറ്റിക് സിറോസിസ്, ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്.
അപ്പൊ കിഡ്നി റിലേഷൻ ആയിട്ടുള്ള കിഡ്നി ഡിസീസിന്റെ കൂടെ വരുന്ന ഹെപ്പാറ്റിക് സിറോസിസ് ഡ്യൂ ടു ദ കിഡ്നി മെഡിസിൻ അബ്യൂസ് ഓഫ് ഓവർ യൂസ് ഓഫ് കിഡ്നി മെഡിസിൻ. ആ കിഡ്നി മെഡിസിൻ കഴിക്കുന്നവരിൽ പ്രഷർ കാണും. പ്രഷറിന്റെ മെഡിസിൻ, ഈ മെഡിസിനും ഹാർട്ടിന്റെ മെഡിസിനും ഒക്കെ കഴിയുമ്പോൾ വരുന്ന ഹെപ്പാറ്റിക് സിറോസിസിലെ ഓറം, മോറ്, നാട്രേറ്റ്, അവിടെ 3 കോൺസ്റ്റിറ്റ്യൂഷൻ. ഓഡസിബിലിറ്റിക്കാണ്, മോർ എന്ന് പറയുന്ന സൈക്കോസിബിലിറ്റിക്കാണ്, നാട്രോ എന്ന് പറയുന്ന സൈക്കോട്ടിക്. അപ്പൊ 3 മയാസം ഒന്നിച്ചു വരുന്ന ആളുകളിൽ അതായത് വരും മെർസോൾ പോലുള്ള അത് വരാം. അപ്പൊ അതിനകത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മണ്ടാണ്. നോക്കിയേ, ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്, ഗൗട്ട്, ആർത്രോസ്ക്ലോറോസിസ്, റൂമാറ്റിസം. അപ്പൊ റൂമാറ്റിസം ഉള്ളവരിൽ വരുന്ന ലിവർ ഡിസീസ്, മെഡിസിൻ കൂടുതൽ കഴിച്ചു ഇല്ലാതെയൊക്കെ HCQ ഒക്കെ ഒത്തിരി കഴിച്ചിട്ട് ലിവർ ഡിസീസ് പിന്നെ അന്ന് ഡയഗ്നോസ് ചെയ്യാതെ പിന്നെ വന്നാൽ ഹോർമോൺ നൈട്രേറ്റം വിത്ത് സ്റ്റെലേറിയ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സോറിയാസിസ്, റുമാറ്റിസവും ഹെപ്പാറ്റിക് കംപ്ലൈൻസ് കൂടെ വരുവാനത് ബെസ്റ്റ് മെഡിസിൻസ് പറയും. കാര്യം ഇവിടെ 3 കോസും 3 മയാസുമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്രോട്ടാലസ്, ബ്ലാക്ക് കോഫി ഗ്രൗണ്ട് ഒമിറ്റിംഗ്, ലൈങ് ഓൺ ദ റൈറ്റ് സൈഡ് അഗ്രവേഷൻ. എന്താ പറയുക, ലാക്കസിസ് പോലുള്ള സിംറ്റമും റൈറ്റ് സൈഡ് മെഡിസിൻ ആയിരിക്കും. ലാക്കസിസിന് ലെഫ്റ്റ് സൈഡിൽ കിടന്നാൽ കൂടും, ക്രോട്ടാലസിന് റൈറ്റ് സൈഡിൽ കൂടെ കിടന്നാൽ. അപ്പൊ നമ്മൾ പലപ്പോഴും ക്രോട്ടാലസ്, ഈ ലാക്കസിസ് തപ്പി ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം പലരും ലാക്കസ് നമ്മൾ കൊടുക്കും. അതൊരു 10-60% ശരിയാ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗുണം കിട്ടത്തില്ല നല്ലത്. കാര്യം റൈറ്റ് സൈഡുടെ അഫെക്ഷൻ ആയിരിക്കും. അവരുടെ ഫ്ലഷിങ്ങും കാര്യങ്ങളും തെർമലും രീതികളും വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ഈ മൊഡാലിറ്റി നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ക്രോട്ടാലസ് ഓർഡേഴ്സിന് ബ്ലീഡിംഗ് ഉണ്ട്, ലിവർ സിറോസ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അഗ്രവേഷൻ. വൈറ്റ് സ്റ്റൂൾ ആണെങ്കിൽ ജോണ്ടിസ് വിത്ത് ഡീറ്റെയിൽസ്. ഡയോസ്മിയ ലിങ്കാരിസ്, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. പന്നിയിറച്ചി തിന്നുന്നതിൽ ഏറ്റവും കൂടുതൽ കാരണം സിറോസിസ് ഓഫ് ലിവറിനുള്ളതാണ്. അക്യൂമുലേഷൻ ഓഫ് ഗ്യാസ് ഇൻ ഇൻഡസ് ഡ്യൂ ടു ഓവർ കൺസപ്ഷൻ ഓഫ് അണ്ടർ കുക്ക്ഡ് പോർട്ട്, അതാണ് എൻ്റെ ഒരു ക്ലൂ. കനോട്ട് ബിയർ പ്രഷർ ഓഫ് ക്ലോത്ത്, സോ ഡിസൈഡ് ടു ബി നേക്കഡ്. അതാണ് ആ മരുന്നാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തത്. ഡയാസ്മ ലിങ്കാരിസ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തെന്നുള്ള അവർക്ക് പോലും കുറെ വണ്ടർഫുൾ ആയി. അതൊരു സൈക്കോ ജെനിസിസ് ആയിട്ട് മാനസിക രോഗമായിട്ട് കണ്ടുപിടിച്ചിരുന്ന അതിനകത്ത് ഒരു ഹോമിയോ ഡോക്ടർ, അന്ന് പയ്യനല്ലേ, ഇങ്ങനെ ഒരു വണ്ടർ ചെയ്തപ്പം ഭയങ്കരമായിട്ടൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹം ഒരു 3-4 കൊല്ലം കൂടെ ജീവിച്ചിരുന്നിട്ടാണ് മരിച്ചു. പുള്ളി ഒരു വലിയ ചേർത്തലത്തെ VIP കൂടെ ആയതുകൊണ്ട് ഒത്തിരി പേര് ശ്രദ്ധിക്കപ്പെട്ട് എനിക്ക് ഒരു നല്ല പേര് കിട്ടിയ ഒരു കാര്യം. കോളിക് വിത്ത് അക്യൂട്ട് ഡിവോഡിനൈറ്റിസ്, ഇപ്പൊ ലിവർ ഡിസീസ് വിത്ത് ഡിവോഡിനൈറ്റിസ്, ചമോമില ഒത്തിരി പഠിച്ചിട്ടുണ്ടോ സാറേ? ഇല്ല, പിന്നെ എനിക്ക് വാണിംഗ് ആണല്ലോ. എങ്കിൽ നമുക്ക് തുടക്കാം. ഇനിയും ഉണ്ട് കാര്യങ്ങൾ, ഇനിയും വിശദമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കേൾക്കാം. സമയമായില്ലേ, ഇനി വിശദമൊന്നും ഇല്ല. ലിവർ ഇവിടെ കൊണ്ട് തീർക്കുവാണ് ഞാൻ. പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പറയാതെ ലിവർ തീരുവോ? ഇപ്പൊ നമ്മളിപ്പോ പഠിപ്പിച്ചു തരാനല്ല, സ്റ്റഡി ഇപ്പൊ സ്റ്റൂള് തന്നെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്. ലിവർ തന്നെ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതെ, അതിന്റെ തെറാപ്പറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10-40 കൊല്ലത്തെ തെറാപ്പറ്റിക് അനുഭവങ്ങളല്ലേ ആയിരണ്ട്. അപ്പൊ ഞാനിത് നിങ്ങളെ പഠിപ്പിച്ചത് നമുക്ക് ഇതിന്റെ ക്ലൂസ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ സ്റ്റൂള് വെച്ച് തന്നെ നമുക്ക് കുറെ മരുന്നുകൾ ലിവർ സിറോസിസിലും ഹെപ്പറ്റൈറ്റിസ് സി, ക്യാൻസറിലും പെട്ടെന്ന് നമുക്ക് ഇടിച്ചു കയറാൻ പറ്റും. സ്റ്റൂളിന്റെ നേച്ചർ മാത്രം, ഏത് വശം കിടക്കുന്നു എന്ന് മാത്രം, അവന്റെ തെർമൽ എന്ത്, വിശപ്പുണ്ടോ വിശപ്പില്ലേ, ഇനി അഡ്വാൻസ് പതോളജി പോലും വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡിയെ ഇത് നിർത്താൻ പറ്റുള്ളൂ, അല്ലാതെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് പഠിച്ചെടുക്കുക ഓർക്ക പാടും. ഓക്കെ, എനിഹൗ രണ്ടാമത്തെ ഭാഗത്തിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തിൽ വിശാലമായ ലിവറിനെ ഇങ്ങനെ ഒതുക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. വൈകിയ വേളയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിച്ചു കാണത്തില്ല. എനിഹൗ, എനി ഡൗട്ട്സ് ഓഫ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റോളം എക്സ്റ്റെൻഡ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, എല്ലാരും തിരക്കിലാണോ? എന്തായാലും സാറിന്റെ ക്ലാസ്സുകൾ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് മൊത്തം ഗ്രഹിക്കാൻ ചിന്താക്കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഗ്രഹിക്കാനുള്ള സമയം അവസരം കിട്ടാത്ത അവസ്ഥയാണ്. സാറിന് ഇഷ്ടം പോലെ പറഞ്ഞു തരാനുണ്ട്.
കേൾക്കാനും അത് ഈ സമയം വൈകുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഇപ്പൊ 5 മിനിറ്റ് അധികം എടുത്തു. പക്ഷെ ഇനിയും തീരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ പിന്നെയും ഇട്ട് കൊണ്ടുപോവാൻ ആൾക്കാർ അല്ല പോട്ടെ, ഇനി ഇത്രയൊക്കെ മതി. ലിവറിനെ മതി. പറ്റി മാത്രം നമ്മളിങ്ങനെ ബാക്കിയുള്ള പഠിച്ചു പോയിട്ട് കാര്യം. ബാക്കി ഇനി ഇതൊക്കെ ബാക്കിയൊക്കെ വെച്ച് എവിടെയെങ്കിലും ഒക്കെ ചേർത്ത് പറയാം. എന്തായാലും പ്രധാന ഓ, ഭാഗങ്ങളെല്ലാം സാറ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഒരുവിധം പ്രതീക്ഷ. കവർ ചെയ്തിട്ടുണ്ട്. അപ്റ്റോഡ് അയണോസ് എത്ര ടൈപ്പ് ഉണ്ട്, എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ മെഡിസിൻ ഹോമിയോ മെഡിസിൻ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ നമ്മുടെ അനുഭവങ്ങളും പുസ്തകത്തിന്റെ തെറാപ്പറ്റിക്സും വെച്ചിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വിജയമാണെന്ന് നിങ്ങളാണല്ലോ അസസ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് സാർ നമുക്ക് പറഞ്ഞു തന്നത്. പറയൂ. പിന്നെ സംശയം ആർക്കും ഇല്ലെന്ന് പ്രതീക്ഷിക്കട്ടെ. ആരും ആരെങ്കിലും കൈ പൊക്കുന്നുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണേ, ഇല്ലെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ആർക്കും സംശയമില്ലെങ്കിൽ തന്നെ അതൊരു അല്ല, ഇനി സംശയം ചോദിച്ചാ ഇനി ഒരുപാട് സമയം പോവും സാറിന് വേണ്ടി. പോകുന്നോണ്ടായിരിക്കും. അതെ അതെ, ഞാനും രാവിലെ എന്റെ ഷെഡ്യൂൾ ഏർലി മോർണിംഗ് 5 ആണ്. അപ്പം ചെയ്യണമല്ലോ. സാർ എന്തായാലും സാറിന്റെ വളരെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടി സാറ് ചെലവാക്കുന്നത്. എന്തായാലും സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി അജിനി ഡോക്ടർ ഉണ്ടോ? അതെ അതെ, അജിനി ഡോക്ടറെ കണ്ടില്ല. അടുക്കള മാത്രമേ കാണുന്നുള്ളൂ, കിച്ചൺ മാത്രമേ കാണുന്നുള്ളൂ പടത്തില്. അല്ല, അത് മറ്റേ ജെയിംസ് പോൾ സാറാണ്. അജിനി ഡോക്ടർ എത്തിയിട്ടുണ്ട്. നന്ദി പറയുന്നതിന് വേണ്ടി. ഹലോ, എന്നും മോഡറേറ്റർ ആണ്. ഇന്ന് നന്ദി പറയുന്ന റോള് ഞാൻ അജിനി ഡോക്ടറെ. സുഖം തന്നെ? സുഖം അങ്കിള്, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് അങ്കിളിന് നന്ദി പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഡാഡിയുടെ പ്രിയപ്പെട്ട ആളാണ് മധുവങ്കിള്. മധുവങ്കിളുടെ ഭാര്യയെ പോലും സെലക്ട് ചെയ്ത എന്റെ മമ്മിയും ഡാഡിയും കൂടെയാ. വളരെ ഉചിതമായ ആളിനെയാണ് ഞാൻ നന്ദി പറയാൻ വിളിച്ചത്. തീർച്ചയായിട്ടും. കാര്യം വൈകിയെങ്കിലും ഒരു സഹിപ്പിക്കലൂടെ പറയുക. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഗവൺമെന്റ് സർവീസിൽ ഒരു ഗവൺമെന്റ് ഡോക്ടർ ആകണമെന്നായിരുന്നു എന്റെ ഒരു സ്വപ്നം. എന്റെ ഗോഡസിനോട് ഞാൻ മുട്ട് പ്രാർത്ഥിച്ച കാര്യം അതാ. എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി 10ാമത്തെ ദിവസം. അന്നത്തെ ഡയറക്ടറുടെ ഒരു ചെറിയ ഇഷ്ടക്കുറവുകൊണ്ട് എന്നെ എനിക്ക് ആദ്യം കിട്ടിയത് കണ്ണൂർ കൊട്ടിയൂരാ. ഞാൻ എവിടെയൊക്കെ അന്ന് മുട്ടി, അതിനുള്ള ഒരു നിമിത്തമൊക്കെ ഉണ്ടാക്കി. ആ മാസം 5-ാം തീയതി ഞാൻ ജോയിൻ ചെയ്ത്. മെയിൽ 26-ാം തീയതി ഞാൻ വന്ന് മാറാരിക്കുളത്ത് എന്റെ വീടിന്റെ അടുത്ത് ഗവൺമെന്റ് ആശുപത്രി ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അന്ന് ഷംസുദ്ദീൻ ആശാൻ ഡോക്ടറാണ് എന്റെ മെഡിക്കൽ ഓഫീസർ ചീഫ്. അപ്പൊ അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നു. അതെ അതെ, അത് ഇങ്ങനെ വല്ലപ്പോഴും കണ്ടാൽ മതി. അതായിരിക്കും. അപ്പൊ അന്ന് എന്നെ ഒരു നാട്ടിൻ പുറത്ത് ശരിക്കും ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് വായിച്ചത് അജിനിയുടെ ഡാഡിയാണ്. ഗുരുതുല്യനാണ്, സ്നേഹനിധിയാണ്. ആ ഒരു വിശാല മനസ്സും, ഹൗ ടു ഡീൽ ദ പേഷ്യൻസ്, ഹൗ ടു ഗീവ് ദ മെഡിസിൻസ്, ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഗുരുവായിട്ട് പഠിച്ചതാണ്. ഇപ്പോഴും പ്രാർത്ഥനയിലുണ്ട്. അജിനിയോട് അതിന്റെ ഒരു സ്നേഹമുണ്ട്. ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സ്നേഹം തോന്നി. കാര്യം എനിക്ക് പറ്റിയല്ലോ. പറ അജിനി, ലിവർ ഇഷ്ടപ്പെട്ടാ? ഞാൻ കുറച്ച് കേട്ടില്ല അങ്ങളെ. എന്നാലും ഞാൻ അങ്ങളുടെ ക്ലാസ് എപ്പോഴും വീഡിയോ ആണെങ്കിലും എടുത്ത് കാണാറുണ്ട്. അല്ല, എനിക്കൊരു ഇപ്പൊ വൈകിയ രാത്രിയെല്ലാം പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാവുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് മോഡേൺ മെഡിസിനേക്കാൾ കൂടുതൽ പേരുണ്ടാക്കാവുന്നതും നന്മ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള, റെക്കോർഡിക്കലായിട്ടുള്ള ഒരു അസുഖമാണ് ലിവർ ഡിസീസ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം, എല്ലാരും പഠിക്കണം. അജിനി ഡോക്ടർ നന്ദി പറഞ്ഞില്ല. IFPH മറന്നുപോയതല്ല. നന്ദി എന്റെ മുഖത്ത് തന്നെ കാണാനുണ്ടായിരിക്കും. കാണുന്ന ആള് സന്തോഷവാനാകുമ്പോ എല്ലാരും നന്ദിയുള്ളവരാണെന്നായിരിക്കും വിചാരിച്ചത്. അതെ, എനിക്ക് എന്റെ അച്ഛനെ പറ്റി പറയുമ്പോ കുറച്ച് അറിയാതെ ഞാൻ ഇമോഷണൽ ആവും. എന്തായാലും IFPHന് വേണ്ടിയിട്ടും കേട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും എനിക്ക് ഞാനും അങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്. എന്റെ 3rd ഇയർ പഠിക്കുമ്പോൾ മമ്മി എന്നെ കൊണ്ട് വിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അങ്ങളുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നന്നായില്ല എന്നിട്ട്
എന്നിട്ട് നന്നായി. ഞാൻ ആലപ്പുഴ എം ഒ ആയിട്ടിരിക്കുമ്പോഴല്ലേ മോളെ? അതെ അതെ അതെ. അപ്പോ വളരെ അടുത്ത ഇപ്പോഴും മമ്മി പറയും. ആന്റിയുടെ പേര് ഉഷ എന്നാണോ? അത് ആന്റി അല്ല, ഗീത. ഗീത ഗീത. അപ്പൊ ആന്റിയെ കാണാൻ പോയിരുന്നു എന്നൊക്കെ ഇന്നാള് ഞാനിങ്ങനെ അങ്കിള് ക്ലാസ് എടുത്തപ്പോ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത്. എനിക്ക് ഇതുപോലെ. താലി എടുത്തു തന്നത് അമ്മയും അച്ഛനും കൂടെ അതെ അതെ കല്യാണത്തിന്. ശരി, ശിവേരി വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പം ആ കാര്യമൊക്കെ മമ്മി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓ, വെൽക്കം. ഓക്കെ ശരി, അജിനി ഡോക്ടറെ, ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായില്ലെന്ന് പറഞ്ഞു, ഒന്ന് വിചാരിക്കരുത്. നന്നായില്ലെന്ന്. എന്തായാലും അജിനി ഡോക്ടറെ വിളിച്ചത് വളരെ ഉചിതമായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അജിനി ഡോക്ടർ സാറിന് നന്ദി പറയാൻ വേണ്ടി വിളിച്ചപ്പോ സാറ് അജിനി ഡോക്ടറെ ഡാഡിക്ക് വേണ്ടി നന്ദി പറയുന്നു. അതാണല്ലോ കടപ്പാട്, അതാണ്. അതാണല്ലോ ഹോമിയോപ്പതി. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. സാറ് ഓക്കെ. നല്ല നല്ലൊരു ക്ലാസ്സും അറിവുമാണ് നമുക്ക് ഈ ലിവർ ഡിസീസിനെ കുറിച്ച് നമ്മള് ചില ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. പിന്നെ തീർച്ചയായിട്ടും മോളെ, അതില് ഡോക്ടർ സന്തോഷിക്കുകയാണ് വേണ്ടുന്നത്, സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കുക. അല്ലല്ല, സന്തോഷമാണ്. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കരച്ചിലുണ്ടല്ലോ അല്ലെ? അത് തന്നെ, പെട്ടെന്ന് ഇമോഷണൽ ആവും കേട്ടോ. അതിന് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ കൊടുക്കണേ സാറേ. എന്നാണ്ട് ഒരു ദിവസം എന്തോ ഒന്ന് അതും സെയിം റീസൺ തന്നെയാണ്. അതും സെയിം റീസൺ അതല്ല, തന്നെ. ഈ മൈൻഡ് പഠിപ്പിക്കുന്ന ഡോക്ടർക്ക് അതൊരു വലിയ റിലാക്സേഷനാണ്. കരയാതിരിക്കുന്നതാണ് ദോഷം. ഇത് രണ്ടും സെയിം റീസൺ ആണ് ശൈല ഡോക്ടറെ. അന്നൊരു ഡോക്ടർ മരിച്ചപ്പോഴും ഞാൻ ഇതേ സെയിം കാര്യമാണ് പറഞ്ഞത്. ചിലരുടെ എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് എന്റെ ഫാദർ എന്ന് പറയുന്നത് ഭയങ്കര അല്ലെങ്കിലും പെൺകൊച്ചുങ്ങൾ പെൺപിള്ളേരൊക്കെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ശരി, എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ കുറച്ച് സമയം നീട്ടിയിട്ടാണെങ്കിലും 10-15 മിനിറ്റ് നമ്മൾ ഇന്ന് അധികം എടുത്തത്. എന്തായാലും വളരെ സന്തോഷം. സാറിന്റെ ക്ലാസ് ആയതുകൊണ്ടും അത് എല്ലാവർക്കും പ്രയോജനം ചെയ്ത് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഇന്നത്തെ മലയാളം പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ശരി മോളെ, ബൈ.